So we start with module 3. Actually this was your seminar topic അല്ലേ, പക്ഷേ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇനി ഒരാൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ടോപ്പിക്സ് ഒന്നും ചിലപ്പോൾ ഓക്കെ ആവില്ല. അതുകൊണ്ട് തന്നെ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ ഓൾ സെക്ഷൻ, ഇതിൽ ഒരു പോർഷൻ പോലും വിടാതെ ടേക്കിംഗ് ദ പിക്ക് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്, അത് വെച്ചിട്ട് അവൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് സ്ലൈഡ്സ് അഡീഷണൽ ഉണ്ട്. ആ സ്ലൈഡ്സ് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മൊഡ്യൂളിന് ഗിവ് ഇമ്പോർട്ടൻസ്. സെക്ഷൻ എ സെക്ഷൻ ബി ഒക്കെ കൂടുതലും തിയറി പോർഷൻസ് ആയിരിക്കും. തിയറി ബാക്കി മൊഡ്യൂൾസിലൊക്കെ വളരെ കുറവാണ്, ഈ മൊഡ്യൂളിലാണ് മാക്സിമം വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു റഫായിട്ട് ഇത്രയെങ്കിലും നിങ്ങൾ പറയണം അല്ലെങ്കിൽ എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാനതിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. മാർക്ക് ചെയ്യാത്ത പോർഷൻ വേണ്ടാന്നല്ല, വായിച്ചു നോക്കാം, ബട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മിസ് ചെയ്യാതെ നോക്കുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പേജാണ് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് എക്കണോമെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ, അതിനുശേഷം ഞാൻ മീനിങ്ങിലോട്ട് പോകുന്നുള്ളൂ. ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഡെഫിനിഷൻ ഏതാണെന്നുള്ളത്. വി ഗോട്ട് 2 ഡെഫിനിഷൻസ് ചെയ്യാം, അതിൽ സെക്കൻഡ് പറഞ്ഞാൽ മതി. സെക്കൻഡ് എന്താണ്? എക്കണോമെട്രിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ സയൻസ് ഇൻ വിച്ച് tools of economic theory, mathematics and statistical inference are applied to the analysis of economic phenomena. അതായത് ഒരു എക്കണോമിക് ഫിനോമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടൂൾസാണ്? എക്കണോമിക്കിൻ്റെ, മാത്സിൻ്റെ, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ. ഈ 3 സബ്ജക്റ്റിൽ നിന്ന് ഇൻഫർ ചെയ്തിട്ടുള്ളതാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ സയൻസ്, കമ്പൈൻഡ് ആണ് അല്ലേ, അത് സോഷ്യൽ സയൻസ്. ഇതെല്ലാം കൂടി വരുന്നതാണ് എക്കണോമെട്രിക്സ് എന്നുള്ളതാണ് ഡെഫിനിഷൻ. മീനിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ആൻഡ് തേർഡ് പാരഗ്രാഫ് ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. Econometrics means, as the word indicate, economicsum measurementum. So economic measurement എന്നാണ്. It's a combination. Definition പറഞ്ഞാൽ അതേ കാര്യങ്ങൾ തന്നെയാണ്. It consists of 4 elements അല്ലെങ്കിൽ മെയിൻ കാറ്റഗറി. ഇതിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്കണോമിക് തിയറി, സെക്കൻഡ് വൺ ഇസ് കണ്ടോ, ഇറ്റ്സ് ആൻ അമാൽഗം ഓഫ് എക്കണോമിക് തിയറി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 4 പേര് കൂടിയിട്ടുള്ളതാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. Once again, economic theory, mathematical economics, economic statistics and mathematical statistics combinations alle. So the major component of econometrics is the application of mathematical models in economic concepts and phenomena. ഇതിൻ്റെ ഏറ്റവും പാടെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. റിഗ്രഷൻ, അനോവ, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡൽ. അത് എക്കണോമിക് കോൺസെപ്റ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അത് തേർഡ് പാരഗ്രാഫ്, ഇറ്റ് ഇസ് മേ ബി പല ഫീൽഡ്സിലും പല ഏരിയാസിലും യൂസ് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ബയോളജിക്കൽ സയൻസ്, മെഡിക്കൽ സയൻസ്, ഇങ്ങനെ എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്നതാണ് ഈ എക്കണോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, പ്രോബബിലിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെ വരുന്നോ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി റിലേഷൻഷിപ്പ് ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ എക്കണോമെട്രിക് മെത്തേഡ്സും വേണം, മസ്റ്റാണ്. അതും അതിൻ്റെ ടൂൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണമെന്നറിയോ? ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് അമംഗ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 4 ഡിസിപ്ലിൻ, അതായത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് 4 സബ്ജക്റ്റും കൂടി അല്ലെങ്കിൽ 4 ഫീൽഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? എക്കണോമിക് തിയറി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റും എന്താണ് റോൾ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എക്കണോമിക് തിയറി, അത് കംപ്ലീറ്റ് തിയറി ബേസ്ഡ് ആയിട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. എന്താ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു റിസർച്ച് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ എഴുതുന്നു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ്. അത് മിക്കവാറും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആവില്ല ഒരിക്കലും. നമ്പേഴ്സ് ഒന്നും വരില്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിൽ റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കറിയാം ക്വാണ്ടിറ്റിക്കാണ് ഇൻക്രീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ദിസ് തിയറി പോസ്റ്റ്ലേറ്റ് വാട്ട് ഇറ്റ്സ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ആരൊക്കെ തമ്മിൽ? പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി തമ്മിൽ. അപ്പോൾ ഇതൊരു തിയറിയാണ്. അതിൽ പ്രത്യേകിച്ച് ന്യൂമറിക്കൽ മെഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി വരുന്നോ, എത്ര പ്രൈസ് കുറയണമെന്നോ അങ്ങനത്തെ ഒരു ചേഞ്ച് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് എ തിയറി, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ അതൊരു എക്കണോമെട്രീഷ്യൻ ആണ്. അങ്ങനത്തെ പിന്നീട് അയാളുടെ ജോബാണ് ഇതെങ്ങനെ ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആക്കി കൊടുക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു എക്കണോമെട്രീഷ്യൻ്റെ ജോബാണ്. ദാറ്റ് ഈസ് അബൌട്ട് എക്കണോമിക് തിയറി.
സെക്കൻഡ് ഇസ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അവിടെ മാത്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ട് എവർ വി സ്പെസിഫൈഡ് ഇൻ ദ എക്കണോമിക് തിയറി, ആ തിയറിയിൽ പറഞ്ഞത് ഒരു മാത്തമാറ്റിക്കൽ ഫോം, അതായത് ഒരു ഇക്വേഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ജോലി. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മാത്തമാറ്റിക്കൽ എക്കണോമിസ്റ്റ് ഉണ്ടാവും, അയാളാണ് ഇക്വേഷൻസ് ഫോമിലോട്ടാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാറ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എനഫ് ഫോർ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. തേർഡ് ഇസ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ എപ്പോഴും കളക്ഷൻ, പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ചാർട്ട് ആൻഡ് ടേബിൾസ്. അതാണ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ആരാ ചെയ്യുന്നതെന്നറിയോ, ഒരു എക്കണോമിക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ആ പേര് തന്നെ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. അയാളാണ് ഈ ഡാറ്റയൊക്കെ വേണ്ടുന്ന ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് ടേബിൾസിലൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ്ലി മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെയാണ് വി ആർ യൂസിങ് ദ ടൂൾസ്. ഇപ്പോൾ കളക്ട് ചെയ്തു, ഇതൊക്കെ ചെയ്തു, ഇനി ഏത് ടൂൾസ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന സ്പെഷ്യൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർ ഡാറ്റ ജനറേറ്റ് ചെയ്ത ഡാറ്റേനെ ഒരു റിസൾട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആളാണ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയണം. എന്ത് എക്കണോമിക്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, ഇത്രയെങ്കിലും. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് എയിംസ് ഓഫ് എക്കണോമെട്രിക്സ്. എന്താണെന്നുള്ളത് ജസ്റ്റ് ദ ടോപ്പിക് ഹെഡിങ് ഇസ് ഇനഫ്. കാരണം അതിൽ നിങ്ങൾക്ക് ഉള്ളിൽ പറയുന്നത് ആ സെയിം ഹെഡിങ്ങിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം എന്താ, ഒരു എക്കണോമെട്രിക് മോഡലിനെ ഫോമുലേറ്റ് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക ഏത് മോഡൽ വേണം എന്നുള്ളത്. പിന്നെ ആ മോഡലിനെ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. ശേഷം എന്താ, ആ മോഡൽ യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, പിന്നെ ഒരു ഫെർദർ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ്. എക്കണോമെട്രിക്സിൻ്റെ 3 എയിമാണ്. ആദ്യം ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക, പിന്നെ ആ മോഡൽ ടെസ്റ്റ് ചെയ്യുക, അത് യൂസ് ചെയ്ത് വരിക. അത്രമാത്രം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കൂടുതലായിട്ട് പോകണ്ട. നെക്സ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ എഴുതാൻ പഠിക്കണം. മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ഒരു 15 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഇനി അതിൻ്റെ ചേർന്നിട്ടുള്ള എല്ലാം 4 മാർക്സ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ പറയുന്ന മെത്തഡോളജിയുടെ കീഴിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, സോ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. സെക്കൻഡ് വൺ, സ്പെസിഫിക്കേഷൻ ഓഫ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ തിയറി. അതൊരു ഇക്വേഷൻ പോലെയായിട്ട് എഴുതുക. തേർഡ്, സ്പെസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക് മോഡൽ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇക്വേഷനാക്കി എഴുതാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 2x അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു x പ്ലസ് 2y അങ്ങനെയാണ് ഇത്. ഇനി ആ എക്സും വൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് പറയുന്നതാണ് തേർഡ് സ്റ്റെപ്പ്, സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക് മോഡൽ. ഫോർത്ത് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഒബ്റ്റെയിനിങ് ദ ഡാറ്റ, കളക്ഷൻ പറഞ്ഞു, ഡാറ്റ കളക്ട് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്, അതായത് റിഗ്രഷൻ അനാലിസിസിലൂടെയാണ് നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ ഏതാണ് ഹൈപ്പോത്തസിസ്, അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതിൻ്റെ തീരുമാനം എടുക്കുന്നത് ഈ 6th സ്റ്റെപ്പിലാണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതാ ടേബിൾ നോക്കിയിട്ടാണ് നമ്മളത് ആക്സെപ്റ്റൻസോ റിജക്ഷനോ ചെയ്യുന്നത്. ലാസ്റ്റ്ലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർകാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാം, ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ യൂസിങ് ദ മോഡൽ ഫോർ കൺട്രോൾ ഓർ പോളിസി പർപ്പസസ്, ഡീവിയേഷൻ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കംസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമെട്രിക്സ്. അപ്പോൾ ഇത് ഫുള്ള് കണ്ടോ, നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞു? എക്കണോമെട്രിക്സ്, അതിൻ്റെ സബ്ജക്റ്റ്, എയിം എന്തിനു വേണ്ടിയാണ്, മെത്തഡോളജി എന്താണ്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്, തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ്. ദിസ് തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ക്ലാസിക്കൽ ആൻഡ് ബേസിയൻ എന്നും പറഞ്ഞ്. തിയറട്ടിക്കലും അതെ അപ്ലൈഡും അതെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. തിയറട്ടിക്കൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, നേരത്തെ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ തിയറി ബേസ്ഡ് ആയിട്ടാണ്. അപ്പം അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അത് അതിൻ്റെ ടൂൾസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ആ ബിസിനസ് ആ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു, അതാണ് അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്ലാസിക്കലും ബേസിനുമായിട്ട് രണ്ടാക്കി ഇത് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫ്രീക്വൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനവിടെ എഴുതിയേക്കണം കണ്ടോ നിങ്ങൾ, ഓൾസോ കോൾഡ് ഫ്രീക്വൻറ്റിസ്റ്റ്. ഫ്രീക്വൻറ്റിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഒക്കർ ചെയ്ത് തുടങ്ങി ഇവൻറ്റ്സ്
ഇവൻസ് occurrences in a long sequence of repeated observation. എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതായിരിക്കും വരാൻ പോകുന്നത്. ദാറ്റ് ഇസ് ക്ലാസിക്കൽ അപ്രോച്ച്. ബേയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേയസ് തിയറം പഠിച്ച ഓർമ്മയുണ്ടോ? ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് പ്രോബബിലിറ്റി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫാണ്, അങ്ങനെ ആയിരിക്കും. ആസ് യു ഒബ്സർവ് മോർ ഡാറ്റ, ബിലീഫാണ്, ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് ബേയസ് പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് പേജ്. ഈ പേജിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചത് എക്കണോമെട്രിക്സ് ആയിരുന്നു, അതായത് 3.1 to 3.3 വരെ അല്ലേ. ഫുള്ള് എക്കണോമെട്രിക്സ് കംപ്ലീറ്റ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. ഇനി വാട്ട് ഈസ് എക്കണോമെട്രിക് മോഡൽസ് എന്നുള്ളത് 3.4 to 3.6 വരെ കംപ്ലീറ്റ്ലി എക്കണോമെട്രിക് മോഡൽസ് ആണ്. അപ്പോൾ ഒരു 15 മാർക്സ് ആയിട്ട് ചോദിച്ചാലും എഴുതാം, രണ്ട് സെപ്പറേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് കട്ട് ഷോട്ട് ചെയ്തിട്ട് 4 മാർക്സിന് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കൂ. സോ വാട്ട് ഈസ് എക്കണോമെട്രിക് മോഡൽ എന്നാണ്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് വാട്ട് ഈസ് എ മോഡൽ? മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയൽ വേൾഡ് പ്രോസസ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. ദേ ആർ ഗിവൺ മെനി ഡെഫിനിഷൻസ് ദർ. കുറച്ച് താഴത്തേക്ക് കാണിച്ചേക്കണുണ്ടോ? എൻ കാൽഡോർ, പിന്നെ ഇപ്പുറത്തെ പേജിൽ പ്രൊഫസർ ജി മേർ, JR ഹിക്സ്, ഹോവേർഡ് സട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ആദ്യം കാൽഡോർ ആണ് നോക്കിയത്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്ന ലാസ്റ്റ് പേഴ്സൻ്റെയാണ്. ഹോവേർഡ് സട്ടൻ്റെ വായിച്ച് അതായത് ആ കൺസ്ട്രക്ഷൻ്റെ തൊട്ട് മേളിലുള്ളത്. എക്കണോമെട്രിക് മോഡൽ ഇസ് എ സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിയൽ സിറ്റുവേഷൻ ഒരു സിംപ്ലിഫൈഡ് പ്രോസസ്സായിട്ട് കാണിക്കുന്നതിനാണ് മോഡൽ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ മീനിങ് ആയിട്ട് എക്കണോമെട്രിക് മോഡൽസ് 3.7ൻ്റെ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ അവരും അതിലും ആദ്യം മീൻ ചെയ്യണത് എന്താ വെച്ചാൽ സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ വേൾഡ് പ്രോസസ്. അവരൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഓഫ് ആപ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ആപ്പിൾ എന്നും പറഞ്ഞ് നമ്മൾ പറയുകയാണ്, ഒരു റെപ്രസെൻ്റ് ചെയ്യുവാണ്, ഇങ്ങനെയാണ്. പക്ഷേ ആക്ച്വലി ദർ ആർ മെനി അതർ ഫാക്ടേഴ്സ് അല്ലേ. ആപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യാൻ മെനി അതർ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എന്താ പറയുക ഇൻകം ആവാം, അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവാം, അങ്ങനെ കുറേ ഇമ്പാക്റ്റ് ഉണ്ട് ഡിമാൻഡ് ഓഫ് ആപ്പിൾസിന്. പക്ഷെ നമ്മളാകെ അതിൽ പറയുന്നത് ഏതാ? ഒരു കാര്യം മാത്രം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താ പറയുന്നത്? ഡിമാൻഡ് ഓഫ് ആപ്പിൾ ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ആപ്പിൾ എന്നും പറഞ്ഞു. കണ്ടോ? അതായത് ഒരു ഒബ്ജക്റ്റീവ് വെച്ച് മാത്രം ചെയ്യുന്ന ഒരു സിമ്പിൾ മോഡലായിട്ടാണ് നമ്മളതിനെ, ഈവൻ ദോ ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ഫിനോമിനൻ, പല ഫാക്ടേഴ്സും വരുന്നതുകൊണ്ട് കോംപ്ലെക്സ് ഫിനോമിനൻ ആണെങ്കിലും വി ആർ സെലക്ടിങ് ഓൺലി വൺ ഒബ്ജക്റ്റീവ്സ്. കണ്ടോ? ബാക്കിയുള്ളതൊക്കെ എന്താ? അസംഷൻസ് വെറുതെ ആയി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറയണം നോക്കുക. ഇൻ പ്രാക്ടീസ് ജനറലി ഓൾ ദ വേരിയബിൾസ് വിച്ച് ദ എക്സ്പെരിമെൻറ്റഡ് തിങ്സ് ആർ റെലവൻറ്റ് ടു എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മോഡൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെയ്യുമ്പോൾ എല്ലാ വേരിയബിൾസും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏതൊക്കെ ടോപ്പിക് അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസ് റെലവൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ എല്ലാം ഇൻക്ലൂഡ് ചെയ്യില്ല. അയാൾക്ക് തോന്നുന്നത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് ഓഫ് ആപ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് മാത്രമാണ് അവിടെ വന്നിരുന്നത്. ബാക്കിയുള്ളതെല്ലാം അയാൾ വിട്ടു. അപ്പോൾ അങ്ങനെ വിടുന്നത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറേ വേരിയബിൾസ് ഉണ്ടാവും. റെസ്റ്റ് ഓഫ് ദ വേരിയബിൾസിനെ നമ്മൾ വേണ്ട ബാസ്ക്കറ്റിലേക്ക് ഇട്ടു, ഡസ്റ്റ്ബിൻ അല്ലെങ്കിൽ ഡംപ്ഡ് ഇൻ ടു ദ ബാസ്ക്കറ്റ് കോൾ ഡിസ്റ്റർബൻസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വേണ്ടുന്നത് മാത്രം ഇൻക്ലൂഡ് ചെയ്യും, അല്ലാത്തതിനെ ഡിസ്റ്റർബൻസസ് എന്ന് പറയും. ആ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആണ്, വേണമെങ്കിൽ എടുക്കാം, റാൻഡമായിട്ട് വരുന്നതാണ്, ഏതെങ്കിലും അതിൽ ഒരു ഫാക്ടർ എടുക്കുന്ന പോലെ ആ ഡിസ്റ്റർബൻസസിനെയാണ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളവരെ നമ്മൾ എടുക്കും, അല്ലാത്തവരെ നമ്മൾ കളയും. ആ കളയുന്നതിന് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് മോഡലിംഗ് എന്നും എക്കണോമെട്രിക് മോഡലിംഗ് എന്നും പറയും. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാത്തമാറ്റിക്കൽ മോഡലും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് എന്നും പറയും. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ഇൻ നേച്ചർ, നമുക്ക് ആവശ്യമുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് വെച്ചാൽ റാൻഡം ആണ്. സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റാൻഡം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ എക്കണോമെട്രിക് മോഡലിൽ എന്തൊക്കെയുണ്ടെന്ന്, ആദ്യം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും. അതിന് രണ്ട് പാർട്ടാക്കിയിട്ടുണ്ടാവും ഇക്വേഷന്. ഒന്ന് ഒബ്സർവ്ഡ് വേരിയബിൾസും പിന്നെ ഞാൻ പറഞ്ഞ ഏതാ ഡിസ്റ്റർബൻസസും, ആവശ്യമില്ലാത്ത കാര്യങ്ങളും അത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എറേഴ്സ് ഇൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് വേരിയബിൾസ്, ആ ഒബ്സർവ്ഡ് വാല്യൂവിൽ തന്നെ എറേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഡിസ്റ്റർബൻസസിനെ പറ്റിയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. So an econometric model is a mathematical, geometrical or logical statement of an economic theory ആണ്. കാരണം എന്താണെന്നറിയോ? It deals with the relationship of dependent variable with one or more independent variables. ഡിസ്റ്റർബൻസസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ബാക്കിയുള്ളവരും തമ്മിലുള്ള റിലേഷൻഷിപ്പും പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏതാ ഡിപ്പെൻഡ് ആക്കി എടുത്തിരിക്കുന്നത്? ഡിമാൻഡ് ഓഫ് ആപ്പിൾ.
ഡിമാൻഡ് ഓഫ് ആപ്പിൾ ആസ് എ ഡിപ്പെൻഡൻറ്റ്. ആർക്ക് ഡിപ്പെൻഡൻ്റ് ആണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. സോ ഇൻ ഷോർട്ട് ഈ എക്കണോമെട്രിക് മോഡൽ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് തിയറി ആയിട്ട് തന്നെ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഇനി കൺസ്ട്രക്ഷൻ, അത് നല്ല ഒരു പടമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ മോഡലിംഗ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? സ്റ്റെപ്സ് ഇൻ എക്കണോമെട്രിക്സ് ആയിരുന്നു, മെത്തഡോളജി അല്ലേ, മെത്തേഡ്സ് ഓഫ് എക്കണോമെട്രിക്സ് ആണ് അവിടെ പഠിച്ചത്. ഈ പേജിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? മോഡലിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എക്കണോമിക് മോഡൽസ്. 4 സ്റ്റെപ്സുള്ളൂ, പക്ഷേ ആ പടം വരച്ചാണ്ട് ആ പടത്തിൽ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തെ എന്താ? ഡെഫിനിഷൻസ് ആൻഡ് അസംഷൻസ് അല്ലേ. ഡെഫിനിഷൻ ആൻഡ് അസംഷൻസ് എന്ന് അവരവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നു. പ്രോസസ് ഓഫ് ലോജിക്കൽ ഡിഡക്ഷൻ. അപ്പോൾ ആദ്യം ഞാൻ പറയാം എന്താണ് ഡെഫിനിഷൻസ് ആൻഡ് അസംഷൻ എന്നുള്ളത് പറയാം. ഡെഫിനിഷൻസ് ആൻഡ് അസംഷൻ എന്താ, എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ഡിമാൻഡ് ഓഫ് ആപ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്ന കുറേ ടേംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സപ്ലൈ, കൺസ്യൂമർ, പ്രൈസ്, മാർക്കറ്റ്, ഇങ്ങനത്തെ എല്ലാ ടേംസും അതിൽ ഡിഫൈൻ ചെയ്യുക. പിന്നെ അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ റിലേഷൻഷിപ്പ് അല്ല, അസ്യൂം ചെയ്യുകയാണ്. പ്രൈസസ് ഉണ്ടാവാം, ഗവൺമെൻറ് പോളിസി, അങ്ങനെ കൺസ്യൂമർ ടേസ്റ്റ്, ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക. അപ്പോൾ ഡിഫൈൻ ചെയ്തു, അസ്യൂം ചെയ്തു. രണ്ടാമത്തെ എന്താ? പ്രോസസ് ഓഫ് ലോജിക്കൽ ഡിഡക്ഷൻ. കണ്ടോ, നിങ്ങൾ ആ ആരോ പോയേക്കണ കണ്ടോ? ലോജിക്കൽ ഡിഡക്ഷൻ ചെയ്തേക്കണ എന്താ? നമ്മൾ ആ റിലേഷൻഷിപ്പ് പറയും, പ്രൈസും ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതൊക്കെ പറയുന്നതാണ് ലോജിക്കൽ ഡിഡക്ഷൻ. ആദ്യം ഡിഫൈൻ ചെയ്തു, അസ്യൂമിൽ നിന്നും ഒരു ഡിഡക്റ്റ് ചെയ്തു എന്താ സംഭവം എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യും? പ്രഡിക്റ്റ് ചെയ്യും. അതായത് ലോജിക്കൽ ഡിഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ എംപെറിക്കൽ ഒബ്സർവേഷൻസ്, അത് നമ്മുടെ റിയൽ ലൈഫായിട്ട് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കാര്യം അത് നമ്മൾ ഫിഗേഴ്സ് വെച്ചിട്ടോ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ആക്ച്വലായിട്ട് പ്രഡിക്ഷൻസ് പറഞ്ഞത് ശരിയാണോ, റിയൽ ലൈഫിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലേ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യും. ഫൈനലി കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതിന് ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഞാനവിടെ എനിക്കത് ക്ലിയർ അല്ല, അതാണ് ഞാൻ ഇപ്പുറത്ത് എഴുതി വെച്ചേക്കുന്നത്. പ്രഡിക്ഷൻസ് ആർ കൺസിസ്റ്റൻസ് വിത്ത് റിയൽ ഫാക്ട്. നമ്മൾ കണ്ടുപിടിച്ചത് എല്ലാം ഓക്കെയാണ്, കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ മോഡൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതാണ് താഴത്തേക്ക് വന്നത്. ഇനി സപ്പോസ് ആ കൺക്ലൂഷനിൽ പ്രഡിക്ഷൻസ് ആർ നോട്ട് കൺസിസ്റ്റൻസ് വിത്ത് ദ റിയൽ ഫാക്ട്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നതുണ്ടോ? പ്രഡിക്ഷൻസ് ഓക്കെ അല്ല, ഞാൻ പ്ലാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത അസ്യൂം ചെയ്ത പോലെ ഒന്നും അല്ല കാര്യങ്ങളെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഐദർ യു ക്യാൻ മോഡിഫൈ ദ മോഡലിനെ ഒന്നും കൂടിയൊക്കെ മോഡിഫൈ ചെയ്യാം. രണ്ടാമത് ആ മോഡലിനെ ഡിസ്കാർഡ് ചെയ്യാം. കാരണം എന്താ? പിന്നീട് ഒരു ബെറ്റർ മോഡൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. പക്ഷേ മോഡൽ ഒന്ന് മോഡിഫൈ ചെയ്യുവാണെങ്കിൽ വീണ്ടും ദ സെയിം പ്രോസസ് ഇസ് റിപ്പീറ്റഡ്. ആരോ പോയേക്കുന്നുണ്ടോ? വീണ്ടും വി നീഡ് ടു ഡിഫൈൻ. പുതിയ മോഡിഫിക്കേഷൻ വന്നു, അപ്പോൾ പുതിയ ടേംസ് ചിലപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും, അസ്യൂം ചെയ്യേണ്ടി വരും. വീണ്ടും ഈ പ്രോസസ് ഇസ് റിപ്പീറ്റഡ്. ലോജിക്കൽ ഡിഡക്ഷൻ അതിലുണ്ടാക്കി, പ്രഡിക്റ്റ് ചെയ്തു, ശേഷം കൺക്ലൂഷൻ വേണോ വേണ്ടയോ എന്നുള്ള കൺക്ലൂഷൻ വന്നു. ഇതാണ് ഇതിൽ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. നെക്സ്റ്റ് ഇസ് ദ പേർപ്പസ് ഓഫ് എക്കണോമിക് മോഡൽസ്. ബാക്കി ഈ പോയിൻറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മേളിൽ പറഞ്ഞതിൻ്റെ ദ ഫിഗർ അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇസ് പേർപ്പസ് ഓഫ് എക്കണോമിക് മോഡൽസ്. എന്തിനൊക്കെ വേണ്ടിയിട്ട് എക്കണോമിക് ഒരു മോഡൽ യൂസ് ചെയ്യുന്നതിനാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളത് പറയാൻ പറ്റും. അതിൽ നിന്നും ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. ഇറ്റ്സ് എ യൂസ് ഓഫ് എക്കണോമിക് മോഡൽസ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഹെഡിങ് ഇസ് എനഫ്. ചില കാര്യങ്ങൾ ഹെഡിങ് മതി, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റും. നെക്സ്റ്റ്, ഹൗ യു ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ദ എക്കണോമെട്രിക് മോഡൽസ്. 2 രീതി നമുക്ക് ചെയ്യാൻ പറ്റും എക്കണോമിക് മോഡൽ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിംപ്ലിസിറ്റിക്ക് ഒരു 2 ക്രിറ്റിസിസം അവർ പറയുന്നുണ്ട് സിമ്പിൾ മോഡലിന്. മോഡൽ ഇസ് ഓവർ സിംപ്ലിഫൈഡ് ആൻഡ് അസംഷൻസ് ആർ അൺറിയലിസ്റ്റിക് എന്ന്. അതായത് നേരത്തെ പറഞ്ഞൊരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആ എക്സാമ്പിൾ തന്നെ വീണ്ടും പറയുകയാണ്. സിംപ്ലിഫൈഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഓഫ് ആപ്പിൾസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് ഓഫ് ആപ്പിൾ. അതാണ് ഓവർ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അൺറിയലിസ്റ്റിക് അസംഷൻ. ആക്ച്വലി നമുക്കറിയാം അത് മാത്രമായിരിക്കില്ല അല്ലേ. ദർ ആർ സോ മെനി വേരിയബിൾസ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിമാൻഡ് ഓഫ് ആപ്പിൾ. പക്ഷെ അതിനെ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആ മോഡലിലേക്ക് കൊണ്ടുവരുന്നില്ല.
അപ്പോൾ ആ മോഡൽ കൊണ്ടുവരാത്തതിനെയാണ്, ആ വേരിയബിൾസിനെയാണ് ഡിസ്റ്റർബൻസസ് എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത്. ആക്ച്വലി വേണ്ടുന്ന കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരുന്നില്ല, അതിനെയാണ് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ആ 1 2 3 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടോ, അത് നമ്മൾ അപ്പുറത്ത് പഠിച്ചതാണ്. ഇക്വേഷൻസ് ഉണ്ടാവണം, ഡിസ്റ്റർബൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത്രയാണ് എക്കണോമെട്രിക് മോഡൽസിനെ പറ്റി പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? എക്കണോമെട്രിക് മോഡൽ, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, മീനിങ്, കൺസ്ട്രക്ഷൻ ഓർ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ എയിം എന്താ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താ, ഇത്രയും കാര്യങ്ങളാണ് എക്കണോമെട്രിക് മോഡൽ. ഒരു എസ്സേ ചോദിച്ചാലും എഴുതാം. എക്കണോമിക്സ് എന്താണെന്ന് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് എന്താണെന്ന് എഴുതിയതിന് ശേഷം വേണം എക്കണോമിക് മോഡൽസിലോട്ട് കിടക്കാൻ. ഡെഫിനിഷൻ എഴുതിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ ഇൻ എക്കണോമെട്രിക്സ്. പല ടൈപ്പ് ഡാറ്റയുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ടൈം സീരീസ് ഡാറ്റ, സെക്കൻഡ് ഇസ് ക്രോസ് സെക്ഷണൽ, പിന്നെ പൂൾഡ് ഡാറ്റ, പിന്നെന്താ പാനൽ, ലോങ്ങിറ്റ്യൂഡിനൽ ഓർ മൈക്രോ പാനൽ ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര ഈസിയാണ്, ഞാൻ പറഞ്ഞുതരാം. എന്താ ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ഡാറ്റ ടേക്കൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഞാനിവിടെ എഴുതിയേക്കണുണ്ടോ, ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഓൺ ദ വാല്യൂസ് ദാറ്റ് എ വേരിയബിൾ ടേക്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. പല സമയത്തായിട്ട് ഒരു വേരിയബിൾ, ഒറ്റ വേരിയബിളിനെ കുറിച്ച് അതിൻ്റെ വാല്യൂസ് എടുക്കുന്നു. അപ്പോൾ സച്ച് ഡാറ്റ മേ ബി കളക്റ്റഡ് അറ്റ് റെഗുലർ ടൈം. പല ടൈം എന്ന് പറയുന്നത് റെഗുലർ ആവാം, പിന്നെ റെഗുലർ ഇൻ്റർവൽസ്, അതായത് ലൈക്ക് ഡെയിലി ആവാം, വീക്ക്ലി ആവാം, ക്വാർട്ടർലി ആവാം, ആനുവലി ആവാം, ഇങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ബേസ്ഡ് അപ്പോൺ ടൈം. പക്ഷേ ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ടൈമിൽ എടുക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ ഒബ്സർവ് ചെയ്യുന്നത് വാല്യൂസ് എടുത്തും കൊണ്ടായിരിക്കും. അത് പക്ഷേ പല പല സമയത്തായിട്ടായിരിക്കും എടുക്കുന്നത്. അതാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ബാക്കി നെക്സ്റ്റ് സ്ലൈഡിൽ. സോ ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈമിലായിട്ട് ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് ഒബ്സർവ് ചെയ്യുന്നതാണ് ടൈം സീരീസ്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം. പക്ഷേ ഡിഫറെൻറ്റ് ഒരു വേരിയബിളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് ആയിരിക്കും അവർ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഏജ്, ഇൻകം, എനിക്കിത് ക്ലിയർ ആവുന്നില്ല ആക്ച്വലി. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ദാറ്റ് ഇസ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. പക്ഷേ എടുക്കുന്നത് അത് സെയിം പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും. ഡിഫറെൻറ്റ് കേട്ടോ, അവിടെ എഴുതിയേക്കണുണ്ടോ, ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് ഓൺ വൺ വേരിയബിൾ ഫോർ ഡിഫറെൻറ്റ് പ്ലേസസ് ടേക്കൺ അറ്റ് ദ സെയിം ടൈം ആർ പ്രസൻറ്റഡ്. അപ്പോഴാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. അത്രയും പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് പറയാം. ഇനി തേർഡ് ടൈപ്പ് ഇസ് പൂൾഡ് ഡാറ്റ. പൂൾഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡും കോമ്പിനേഷനാണ്. ആരുടെയൊക്കെയാണ്? ടൈം സീരീസിൻ്റെയും ക്രോസ് സെക്ഷൻ. അപ്പോൾ ആക്ച്വലി നമുക്ക് പഠിക്കാൻ ടൈം സീരീസും ക്രോസ് സെക്ഷനും മാത്രമേ പഠിക്കാനുള്ളൂ. അത് രണ്ടും കൂടി വരുന്നതാണ് പൂൾഡ് ഡാറ്റ. ഈ പൂൾഡ് ഡാറ്റയുടെ അടിയിൽ വരുന്നതാണ് പാനൽ, ലോങ്ങിറ്റ്യൂഡിനൽ ഓർ മൈക്രോ പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. അവരതിൽ പറയുന്നുണ്ട് ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൂൾഡ് ഡാറ്റ. അതായത് ടൈം സീരീസുമായിട്ടും നടത്തും, പിന്നെന്താ, അതായത് ഡിഫറെൻറ്റ് ടൈംസിലും നടത്തും, സെയിം ടൈമിലും നടത്തും. കുറച്ച് സെയിം ടൈമിൽ കൊടുത്ത് നോക്കിയ ശേഷം കുറേ നാൾക്ക് ശേഷം സെയിം സംഭവം തന്നെ വീണ്ടും ഒന്നും കൂടി നോക്കും. അപ്പോൾ എന്താ, കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ അതെന്തായി? ടൈം വാട്ട് ടു സേ ടൈം സീരീസായി. ആ നോക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും അറ്റ് ദ സെയിം ടൈം നോക്കും. അങ്ങനെ പറയുമ്പോൾ അതെന്തായി? ക്രോസ് സെക്ഷണലായി. അപ്പോൾ അതിലൊരു എക്സാമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇത്ര ഒന്ന് ജനറൽ ഒരു ഐഡിയ മാത്രം മതി അവർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റ ഇൻ എക്കണോമെട്രിക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റുന്ന രീതിയിലെല്ലാം പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. 4 ടൈപ്പ് ഓഫ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബേസിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ എക്കണോമെട്രിക്സ്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫങ്ഷനും പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പും. ഈ 2 കാര്യങ്ങളാണ് ടൂൾസ് or techniques used in econometrics. The first one, function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the relationship between വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആൻഡ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമെട്രിക്സിലെ ഫംഗ്ഷൻ ഇസ് എ ബേസിക് ടൂൾ അല്ലെങ്കിൽ ടെക്നിക്കാണ്. രണ്ടാമത്തത് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ്. ഈ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഞാൻ ഈ പറഞ്ഞ വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എങ്ങനെയാണ്? അത് 3 രീതിയിൽ കാണിക്കാം. ഫസ്റ്റ് ഇസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോമുല പോലെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻ ആൾജിബ്ര വെച്ചിട്ട് ഏതെങ്കിലും ഒരു എക്സ്പ്രഷനായിട്ട് എഴുതുന്നു. ഓക്കെ, മാത്തമാറ്റിക്കൽ ടേംസ് ആണ് നമ്മൾ അറിയുന്നത്. ഒരു ഫംഗ്ഷൻ പോലെ എഴുതി കണ്ടോ, ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ടോ. ശേഷം അത് ടാബുലറായിട്ട് ടേബിൾസിൻ്റെ ഫോമിലായിട്ട് ടാബുലർ എക്സ്പ്രഷൻ എന്ന് പറയും. ഇതിൽ അൺനോൺ വാല്യൂ ക്യൂവിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ദർ വിൽ ബി ചേഞ്ച് ഇൻ ടി സി, ടോട്ടൽ കോസ്റ്റിന് ചേഞ്ച് ഉണ്ടാവും അല്ലേ. ക്യൂ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്. അപ്പോൾ ഓരോ ഔട്ട്പുട്ടിനും ടോട്ടൽ കോസ്റ്റിന് വരുന്ന ചേഞ്ച് കണ്ടോ. സോ വി ഗോട്ട് ആൻ
നമുക്കതൊന്ന് ഒബ്സർവ് ചെയ്യാം എന്താണ് ചേഞ്ചസ് വന്നത്, കൂടിയിട്ടുണ്ടോ. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് ഇറ്റ്സ് ഇൻക്രീസിങ്, ടോട്ടൽ കോസ്റ്റ് ഹാവ് ബീൻ ഇൻക്രീസിങ്, ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്. ശേഷം എന്ത് ചെയ്യും, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഡാറ്റ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടുകയാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടോ, ടോട്ടൽ കോസ്റ്റ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ടൂൾസ് യൂസ്ഡ് ഇൻ എക്കണോമെട്രിക്സ് മെത്തഡോളജി, അല്ലെങ്കിൽ എക്കണോമെട്രിക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്സ് എന്ന് പറയാം. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്, നേരത്തെ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഡാറ്റ ആയിരുന്നു, പിന്നെ ടൂൾസ് പറഞ്ഞു, ഇപ്പോൾ ടൈപ്സ് ഓഫ് ഗ്രാഫ്. 2 ടൈപ്പ് ഗ്രാഫ് ഉണ്ട്, ഒന്ന് സ്കാറ്റർ ഡയഗ്രവും രണ്ടാമത്തത് ടൈം സീരീസ് ഗ്രാഫും. ഇതിൽ ഫസ്റ്റ് വൺ സ്കാറ്റർ ഡയഗ്രാം. ഞാൻ റിഗ്രഷൻ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറഞ്ഞു തന്നതാണ്. കണ്ടോ, ഇപ്പോൾ സ്കാറ്റേർഡ് മീൻസ് വാട്ട്, എക്സ് ആൻഡ് വൈ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലോട്ടിങ്, നോ നീഡ് ടു ജോയിൻ ദീസ് പോയിന്റ്സ്. ജോയിൻ ചെയ്താൽ അത് എന്താ പറയുക, ഗ്രാഫായി മാറും. സ്കാറ്റേർഡ് എന്ന് വെച്ചാൽ സ്കാറ്ററാക്കി തന്നെ കിടക്കാം. അപ്പോൾ ആ സ്കാറ്റേർഡ് പോയിന്റ് അനുസരിച്ച് വി ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ദേ ഹാവ് പോസിറ്റീവ് റിലേഷൻ, വെദർ ദേ ആർ ഗോയിങ് അപ്പ് ഓർ ഡൗൺ ഓർ നെഗറ്റീവ് കോറിലേഷൻ ഓർ നോ കോറിലേഷൻ അറ്റ് ഓൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സീ ദ ഫസ്റ്റ് ഫിഗർ, അതിലൊന്നുമില്ല അല്ലേ, നോ റിലേഷൻ എക്സിസ്റ്റ്. രണ്ടാമത്തത് നോക്കിയേ, ഇറ്റ്സ് മൂവിങ് അപ്വേർഡ്, സോ ഇറ്റ് ഹാസ് പോസിറ്റീവ് കോറിലേഷൻ. ഇങ്ങനെ ഓരോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, so the second type of graph is, after discussing about scatter diagram, next type of graph is time series graph. അതിലെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ one side ടൈമും the other side the other variable will be shown. so x ആക്സിസിൽ ടൈമും other ആക്സിസിൽ ഏതാണോ വേരിയബിൾ അങ്ങനെയായിട്ടായിരിക്കും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് സ്പീഡ് ചേഞ്ച്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, ട്രെൻഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടൈം സീരീസ് ഗ്രാഫിൽ കാണിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഡാറ്റേനെ, കിട്ടിയ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാം. വൺ ത്രൂ സ്കാറ്റർ ഡയഗ്രാം ആൻഡ് അതർ ത്രൂ ടൈം സീരീസ് ഗ്രാഫ്. ഇനി ഇതിന് ഒരു പർട്ടിക്കുലർ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് ടൈപ്പ് ഓഫ് സ്കെയിൽ എന്താണെന്നൊക്കെ അതൊക്കെ ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടി തരുന്നതാണ്. അടുത്തത് നാച്ചുറൽ സ്കെയിൽ, അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും, എക്സിലും വൈയിലും ഒക്കെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലോഗറിതമിക് സ്കെയിൽ. അപ്പോൾ അവിടെ ഒറിജിനൽ ഡാറ്റയ്ക്ക് പകരം ലോഗറിതം വാല്യൂസ് ആയിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെമി ലോഗറിതം സ്കെയിൽ. അതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡിൽ ലോഗറിതവും മറ്റേ വേരിയബിളിന് നാച്ചുറൽ സ്കെയിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സെമി ലോഗറിതമിക് സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഷ്യോ ചാർട്ട് എന്നും പറയും. ഓക്കെ, റേഷ്യോ ചാർട്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആക്ച്വലി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ, പോയിൻ്റ് അല്ല. ആകെ 3 ടൈപ്പ് സ്കെയിൽസേ നമുക്കുള്ളൂ, നാച്ചുറലും സെമി ലോഗും ലോഗ് സ്കെയിൽസും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് 4ഉം 5 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ചസ് ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. 2 വേരിയബിൾസ് തമ്മിലുള്ള പെർസെൻറ്റേജ് ചേഞ്ചസ് ഒക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചേഞ്ചസ് അറിയാൻ പറ്റും എന്നുള്ളതാണ് സെമി ലോഗിൻ്റെ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലിന്. അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട്, സെമി ലോഗിലെ ചാർട്ട്, ഇഫ് ഇറ്റ് ഇസ് റൈസിങ് അപ്വേർഡ്സ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ്. റൈസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് റൈസ് എന്നാണ്. ഫാളിംഗ് ആണെങ്കിൽ, പക്ഷെ അത് ഏകദേശം സ്ട്രെയിറ്റ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയും. വെറുതെ ഫാളിംഗ് ഡൗൺവേർഡ്സ് ആണ്, സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഡിക്രീസിങ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. പിന്നെ സ്റ്റീപ്പറായിട്ടുള്ളൊരു സെമി ലോ കർവ് ആണ് വരുന്നതെങ്കിൽ ഗ്രേറ്റർ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്. വല്ല 2 മാർക്സിനോ 4 മാർക്സിനോ ചോദിച്ചെങ്കിൽ എഴുതാൻ പറ്റുന്ന എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ചോദിക്കില്ലായിരിക്കും, നോക്കാം. എന്നാലും പഠിച്ചു വെച്ചോ, ഇതൊക്കെ ഈസി അല്ലേ പഠിക്കാൻ. ഇതൊക്കെ മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഇസ് റിഗ്രഷൻ അനാലിസിസ്. ഞാൻ റിഗ്രഷൻ ഓൾറെഡി എടുത്തു, റിഗ്രഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ദ ഡെഫിനിഷൻ വൺസ് അഗൈൻ ഹിയർ. എന്തായിരുന്നു റിഗ്രഷൻ അനാലിസിസ്? എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് ആൻ അൺനോൺ വാല്യൂ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ y is equal to x+2 x+5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു y അല്ലേ, അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുള്ളത്. അപ്പോൾ ഓരോ ഇതനുസരിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ പ്രഡിക്റ്റ് ചെയ്യുവാണ് എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് റിഗ്രഷൻ എന്നുള്ളൊരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗാൽട്ടൺ എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ ചെയ്തു. ആ പേപ്പറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാൾ പാരൻസിന് ടാൾ ചിൽഡ്രനും ഷോർട്ട് പാരൻസിന് ഷോർട്ട് ചിൽഡ്രനും ഉണ്ടാവണോ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതായിരുന്നു പേപ്പർ, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ പോയി. പക്ഷേ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വാട്ട് ഹി ഫൗണ്ട് വാസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ ബോൺ ഓഫ് പാരൻസ് ഓഫ് ഗിവൺ ഹൈറ്റ് ടെൻഡഡ് ടു മൂവ്. അതിനെയാണ് റിഗ്രസ് ചെയ്യാന്ന് വെച്ചാൽ മൂവ് ചെയ്യുക.
ഹൈറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഹൈറ്റിലോട്ടാക്കി മാറിപ്പോയി. ടോളറൊന്നും അല്ല, അതായത് അതിനേക്കാളും കുറവാണ്. ഷോർട്ടറിനാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ളതാണ് പിള്ളേർക്ക് വരുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റിലേക്ക് മാറുന്നു എന്നുള്ള പോലെ തോന്നി. അപ്പോൾ ഇതിനെയാണ് റിഗ്രസിങ് എന്ന് പറയുന്നത്. ഷോർട്ട് ഫാദേഴ്സിന് ഹൈറ്റിനേക്കാളും കൂടുതൽ മക്കൾക്ക് ഉണ്ടായി. ടോൾ ഫാദേഴ്സിൻ്റെ അത്രയും ഹൈറ്റ് മക്കൾക്ക് വന്നില്ല. അപ്പോൾ ദേ ആർ റിഗ്രസിങ്. രണ്ട് കാറ്റഗറിയും കൂടി റിഗ്രസിങ് ടു ദി ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ മെൻ. എല്ലാ ഫാദേഴ്സിനെയും കൂടി ആവറേജ് ഹൈറ്റിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനെ വേറൊരു ടേമിലും കൂടി ഗാൽട്ടൺ പറഞ്ഞു. അതിനെയാണ് റിഗ്രഷൻ ടു മീഡിയോക്രിറ്റി എന്ന് പറയുന്നത്. മീഡിയൻ നടുക്കിലോട്ട് കണ്ട, റിഗ്രഷൻ ടു മീഡിയോക്രിറ്റി. ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ പേജ് നമ്പർ 3.13 ദ ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് സെൻറ്റൻസ് ഇൻ ദ വേർഡ്സ് ഓഫ് ഗാൽട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിഗ്രഷൻ മോഡൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ റിഗ്രഷൻ മോഡലിലെ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിഗ്രഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് OLS, വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർസ് ഓർ ലീനിയർ ലീസ്റ്റ് സ്ക്വയർസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ റിഗ്രഷൻ മോഡലിലെ പാരാമീറ്റേഴ്സിനൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യും. എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇത് ആക്ച്വലി ഈ ടെക്നിക് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ് ടു എസ്റ്റിമേറ്റ് എ ലൈൻ. അതൊരു ലൈനാണ്. ആ ലൈനിലേക്ക് ആരെങ്കിലുമൊക്കെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ, മാറി നിൽക്കുന്നുണ്ടോ, അടുത്തേക്കാണോ, മോർ ക്ലോസർ ആണോ എന്നൊക്കെ അറിയാനാണ് ആക്ച്വലി. സോ ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ് ടു എസ്റ്റിമേറ്റ് എ ലൈൻ ദാറ്റ് വിൽ മിനിമൈസ് ദ എറർ. ഓക്കെ, ദാറ്റ് വിൽ മിനിമൈസ് ദ എറർ എന്നാണ് പറയുന്നത്. എററിനെ അത്ര കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ലൈനായിരിക്കും. അപ്പോൾ അത് ബെസ്റ്റ് അല്ലേ? നമുക്ക് എറർ ഉണ്ടാവരുതെന്നല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിന് പറയാം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ ഓഫ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതും ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്തുമാത്രമാണെന്ന്. അത് കുറവാണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ഈ OLS എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് ഫൈൻഡ് ഔട്ട് ദ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സെറ്റ്സ് ഓഫ് വേരിയബിൾസ്. ഒരു ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും വേരിയബിൾ നമ്മളെ റിലേഷൻഷിപ്പ് കാണാനും കൂടിയാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പറയാം. OLS എന്ന് പറഞ്ഞത് ഒരു ലൈനാണ്. ആ ലൈനിൽ റിഗ്രഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണോ, ഓരോ പോയിൻറ്റ്സും മൂവ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നോക്കും. സോ ഇറ്റ് ഇസ് ടെക്നിക് യൂസ് ടു എസ്റ്റിമേറ്റ് ലൈൻ ദാറ്റ് വിൽ എററിനെ കുറയ്ക്കാൻ പറ്റുമോ, മിനിമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ലൈനാണ്, ടെക്നിക്കാണ്. പിന്നെ പ്രഡിക്റ്റഡും ആക്ച്വലും തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും തമ്മിലുള്ള കോസൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പം ഫിറ്റഡ് വാല്യൂസും പ്രഡിക്റ്റഡ് വാല്യൂസ് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതിൽ. ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ഫിറ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണുണ്ടോ, y ഈസ് ഈക്വൽ ടു 3x + y. അപ്പം നമ്മൾ ആ എക്സിന് ഒരു 5 കൊടുക്കുകയാണെങ്കിൽ y കിട്ടുന്ന വാല്യൂ എന്താ? 20 ആണ് അല്ലേ? ദാറ്റ് ഇസ് ഫിറ്റഡ് പ്രഡിക്റ്റഡ് വാല്യൂ. ശരിക്കും കിട്ടേണ്ടത് 20 ആണ്, പക്ഷേ ആക്ച്വലി അവിടെ വരുന്നത് ഏതാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് ഒബ്സർവ്ഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനൊരു 7 ക്ലാസിക്കൽ OLS അസംഷൻസ് എന്ന് പറയുന്നുണ്ട്. ഈ അസംഷൻസ്, ഈ OLS ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ അസ്യൂം ചെയ്ത 7 പോയിൻറ്റ്സും ട്രൂ ആണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്നാണ് പറയുന്നത്. കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് 7 ക്ലാസിക്കൽ OLS അസംഷനിൽ, വെൻ ദീസ് ക്ലാസിക്കൽ അസംഷൻസ് ഫോർ ലീനിയർ റിഗ്രഷൻ ആർ ട്രൂ, ordinary least squares produces the best estimates. However, if the sum of these assumptions are not true, we need to employ remedial measures or use other estimation methods. OLS അല്ലാതെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യണം. ഈ പറഞ്ഞ 7 അസംഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ടൈം ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, OLSൻ്റെ 7 അസംഷൻസ്. ചിലപ്പോൾ ഇപ്പോൾ 15 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 7 പോയിൻറ്റ്സും ട്രൂ ആണെങ്കിൽ OLS ഇസ് ദ ബെസ്റ്റ് വൺ. അങ്ങനെ ബെസ്റ്റ് എന്ന് പറയുമ്പോഴാണ് അതിന് ബ്ലൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടായിരുന്നോ, ഒരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ബെസ്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ അത്. അപ്പം മെനി ഓഫ് ദിസ് അസംഷൻ ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എറർ ടേം. ഈ പറയുന്ന 7 അസംഷൻ എല്ലാം എററിനെ പറ്റിയാണ് കൂടുതലും പറയുന്നത്, എററിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല, വിൽ നെവർ നോ. പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്താണോ ബെസ്റ്റ് തിങ് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ളതിനാണ് റെസിഡ്യൽസ് എന്ന് പറയുന്നത്. റെസിഡ്യൽസ് എങ്ങനെയാണ്? ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ദ ഫിറ്റഡ് വാല്യൂ. ആക്ച്വലി ഇറ്റ്സ് ആൻ എറർ. അത്
മുൻകൂട്ടി പറയാൻ പറ്റില്ലെങ്കിൽ ഓരോ ഒബ്സർവ്ഡ് വാല്യൂവിൽ നിന്നും ഫിറ്റഡ് വാല്യൂവിൽ നിന്നും വ്യത്യാസം വരുന്നത് എന്താണോ അതാണ് നമ്മുടെ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ വോട്ട് ടു സേ ആ റെസിഡ്യൂൾസിനെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ 7 അസംഷൻസ് വെച്ചിരിക്കുന്നത്. ഓരോന്നും വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദ ഫസ്റ്റ് അസംഷൻ വേഴ്സ് എന്തായിരുന്നു? അത് പ്രീവിയസ് സ്ലൈഡിലായിരുന്നു. ദ റിഗ്രഷൻ മോഡൽ ഇസ് ലീനിയർ ഇൻ ദ കോഎഫിഷ്യൻറ്റ് ആൻഡ് എറർ ടേം. അപ്പം ലീനിയർ എന്നുള്ള വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം നോക്കുന്നത്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നത് സ്ട്രൈറ്റ് ലൈൻ എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് കോഎഫിഷ്യൻസ്. ഇപ്പോൾ ആ ഒരു ഇക്വേഷൻ അവർ എഴുതിയേക്കണം കണ്ടോ ടോപ്പിൽ, y is equal to beta 0 plus beta 1 x1 plus beta 2 x2 plus etc. up to beta k xk പ്ലസ് എപ്സിലോൺ എന്ന് പറയും. ഇതിലെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ x1 x2 xkയുടെ ഒക്കെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? ബീറ്റ 1 ബീറ്റ 2 ബീറ്റ. ഇവരുടെയൊക്കെ പവർ കണ്ടോ? പവർ എന്ന് പറഞ്ഞത് 1 ആണ്. എവിടെയെങ്കിലും ബീറ്റ സ്ക്വയർന്നോ ബീറ്റ ക്യൂബെന്നോ വല്ലതും കണ്ടോ? ഇല്ല. അപ്പോൾ പവർ എല്ലാം 1 ആയാലാണ് അതിന് ലീനിയർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എല്ലാ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ x1 x2 x3 അവരുടെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? ബീറ്റ 1 ബീറ്റ 2 ബീറ്റ 0 ഇങ്ങനത്തെ ഉള്ളവരുടെയും പ്ലസ് എറർ ടേം എന്ന് പറഞ്ഞാൽ ഏതാ? എപ്സലോണിൻ്റെയും പവർ എന്താ? ഒന്നുമില്ല അല്ലേ, പവർ ഇല്ല. അവരെല്ലാം എന്താ? ലീനിയർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് അസംഷൻസ്. ഓൾവേസ് ദ റിഗ്രഷൻ മോഡലിന് ഇസ് ലീനിയർ ഇൻ ദ കോഎഫിഷ്യൻ ആൻഡ് ദ എറർ ടേമിനും കോഎഫിഷ്യൻസിനും ഒക്കെ എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അസംഷൻസ്. ക്ലിയർ ആയോ? രണ്ടാമത് അസ്യൂം ചെയ്യുന്നത് എന്താ? എറർ ടേം ഹാസ് എ പോപ്പുലേഷൻ മീൻ ഓഫ് 0. എറർ എപ്പോഴും നമ്മൾ എന്താവാനാണ് ഇഷ്ടപ്പെടുന്നത്? ഉണ്ടാവാതിരിക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ എപ്പോഴും അതിനൊരു ആവറേജ് എന്ന് പറയുന്നത് 0 ആവാൻ, 0നോട് ക്ലോസർ ആണെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല ആ മോഡലിനെ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എറർ ടേം എപ്പോഴും ഒരു 0 ആക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ y is equal to 3x plus 2. y is dependent on whom? x അല്ലേ? പക്ഷേ x ആരാ? ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. y is a dependent. കണ്ടോ? ഇപ്പോൾ ആ നേരത്തെ എഴുതിയ ഇക്വേഷൻസിൽ y ഡിപ്പെൻഡ് ഓൺ വാട്ട്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ആരാ? ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എറർ ടേമും ഇൻഡിപെൻഡൻറ്റ് ടേംസും കൂടിയാണ് ഒരുമിച്ച് വരുന്നത്. ഈ രണ്ട് പേരും ഡിപ്പെൻഡ് ചെയ്ത് ആരൊക്കെയുന്നുണ്ട്? y നിൽക്കുന്നുണ്ട്. അപ്പോൾ എറർ ടേം ഓൾവേസ് അക്കൗണ്ട്സ് ഫോർ ദ വേരിയേഷൻ ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡു നോട്ട് എക്സ്പ്ലെയിൻ. ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വേരിയേഷൻ പറയില്ല എറർ. ആരുടെ മാത്രമേ വരുള്ളൂ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാത്രം, അതായത് അപ്പുറത്തെ സൈഡിലുള്ള ആളുടെ മാത്രമേ വേരിയേഷൻ പറയാറുള്ളൂ. ഓക്കെ, അതൊരു കാര്യം മനസ്സിലാക്കണം. മൂന്നാമത്തെ പോയിന്റ് അസംഷൻസ് എന്താ? ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് ദ എറർ ടേം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ x1 x2 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അവർക്ക് എറർ ടേമായിട്ട് കോറിലേഷൻ ഉണ്ടാവരുത്. അൺകോറിലേറ്റഡ്, അതാണ് മൂന്നാമത് അവർ അസ്യൂം ചെയ്യുന്നത്. ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് എറർ ടേം. പക്ഷേ എങ്ങാനും കോറിലേറ്റഡ് ആയാൽ ആകെ സ്ഥിതി വഷളാവും. ഓക്കെ, അതൊരു പ്രോബ്ലമായി മാറും, ഒരു റാൻഡം എററായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദറ്റ് ഈസ്, ഇഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് കോറിലേറ്റഡ് വിത്ത് ദ എറർ ടേം വി ക്യാൻ യൂസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു പ്രഡിക്റ്റ് ദ എറർ ടേം. ശരിയല്ലേ? നമുക്ക് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് എന്താണ് എറർ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. വിച്ച് വയലേറ്റ്സ് ദ നോഷൻ. അതൊരിക്കലും സാധിക്കാൻ, ഒരു അൺപ്രഡിക്റ്റബിൾ റാൻഡം എറർ സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ദിസ് അസംഷൻ, ഈ നമ്മൾ പറഞ്ഞില്ലേ എന്താ പറഞ്ഞ അസംഷൻ? ഇപ്പോൾ പറഞ്ഞ അസംഷൻ എന്താ? അതിലുള്ള ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് അല്ലെങ്കിൽ നോ കോറിലേഷൻ വിത്ത് ദ എറർ ടേം. അതിനെ പറയുന്ന പേരാണ് എക്സോജിനിറ്റി. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സോജിനിറ്റി എന്താണെന്ന്. വെൻ ദിസ് ടൈപ്പ് ഓഫ് കോറിലേഷൻ എക്സിസ്റ്റ്, കോറിലേഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിനെ പറയുന്നവരാണ് എൻഡോജിനിറ്റി. നേരെ തിരിഞ്ഞു പോകരുത്. തന്ന അസംഷൻ, ഈ ഹെഡിങ്ങിനെ പറയുന്ന അസംഷനെയാണ് എക്സോജനിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നതെങ്കിൽ, അതായത് കോറിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? എൻഡോജനിറ്റി എന്ന് പറയും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയേണ്ട, ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ബയസ് occurs, keep in mind that error term always explains some of the variability in the dependent variable. However, when an independent variable correlates with the error term, OLS incorrectly attributes some of the variance that the error term actually explains to the independent variable instead. Problems വരും എന്നുള്ളതാണ്. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ചുള്ള വേരിയബിലിറ്റിയെ പറയാൻ പറ്റത്തുള്ളൂ എറർ ടേമിന്. ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വേറെ നടന്നു കഴിഞ്ഞാൽ മൊത്തം എററാവും. അപ്പോൾ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ
അതിനെ പറയുന്നതാണ് എൻഡോജനിറ്റി. നടന്നില്ല എന്നുണ്ടെങ്കിൽ എക്സോജനിറ്റി. അപ്പോൾ ഇതിന്ന് ഈ രണ്ട് ടേം ചിലപ്പോൾ ചോദിക്കാൻ സാറുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എൻഡോജനിറ്റി എക്സോജനിറ്റി അല്ല, വേറെയാണ്. അടുത്ത അസംഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. സോ നെക്സ്റ്റ് ഇസ് ഫോർത്ത് അസംഷൻ. ഈ ഒരു പർട്ടിക്കുലർ അസംഷനിൽ വരുന്ന ഒരു ടേം ഓട്ടോ കോറിലേഷൻ. അത് ലാസ്റ്റ് ടൈം ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സോജനിറ്റി എൻഡോജനിറ്റി ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. സോ അസംഷൻ 4 ഇസ് ഒബ്സർവേഷൻ ഓഫ് ദ എറർ ടേം ആർ uncorrelated with each other. നേരത്തെ പറഞ്ഞത് എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഇത് ഒബ്സർവേഷൻ, ഓരോ എറർ ഉണ്ടാവുമല്ലോ, ആ ഒബ്സർവേഷൻസ് എല്ലാം ഓരോരുത്തരുമായിട്ട് ബാക്കി എറർ ടേമുമായിട്ട് അൺകോറിലേറ്റഡ്, റിലേഷൻ ഇല്ല, അൺകോറിലേറ്റഡ് ആണെന്നുള്ളതാണ് അടുത്ത അസംഷൻസ്. ഒബ്സർവേഷൻ ഓഫ് ദി എറർ ടേം ആർ അൺകോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോ. വൺ ഒബ്സർവേഷൻ ഓഫ് ദ എറർ ടേം ഷുഡ് നോട്ട് പ്രെഡിക്റ്റ് ദ നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഒരു എറർ ടേമിൻ്റെ ഒരു ഒബ്സർവേഷൻ അടുത്ത ഒബ്സർവേഷനെ കുറിച്ച് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കോറിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതെന്താ, അതുകൊണ്ട് എന്താ പറയുക, അൺകോറിലേറ്റഡ് എന്നാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദ എറർ ഫോർ വൺ ഒബ്സർവേഷൻ ഇസ് പോസിറ്റീവ്, ഒരു ഒബ്സർവേഷന് പോസിറ്റീവ് ആണെങ്കിൽ ആൻഡ് ദാറ്റ് സിസ്റ്റമാറ്റിക്കലി ഇൻക്രീസ് ദ പ്രോബിലിറ്റി ദാറ്റ്. അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും, ബാക്കിയുള്ള ഫോളോയിങ് എററും പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ. അതേസമയം ആദ്യത്തെ പോസിറ്റീവായി ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ, അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിനെയാണ് സീരിയൽ കോറിലേഷൻ എന്നും പറയും, ഓട്ടോ കോറിലേഷൻ എന്ന് പറയും. രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്, സീരിയൽ കോറിലേഷൻ ആൻഡ് ഓട്ടോ കോറിലേഷൻ. പിന്നെ ഞാനവിടെ വേറൊരു അഡീഷണൽ പോയിന്റ് കൂടി മുകളിൽ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. ഓട്ടോ കോറിലേഷൻ represent the degree of similarity between a given time series and lagged version of itself. അതിൻ്റെ ഒരു സിമിലാരിറ്റിയും കാണിക്കും, പിന്നെ അതിൻ്റെ ഒരു ലാഗ്ഡ് വേർഷനും കാണിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് ടു പോസിറ്റീവും കാണിക്കും, പോസിറ്റീവ് ടു നെഗറ്റീവും കാണിക്കും. ഓരോ ടൈം ഇൻ്റർവെലിന് വരുന്ന വ്യത്യാസങ്ങളാണ്. ആ പ്രോബ്ലത്തിനെയാണ് സീരിയൽ കോറിലേഷൻ ആൻഡ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒബ്സർവേഷൻ പോസിറ്റീവായി പിന്നെയുള്ളത് മിക്കവാറും പോസിറ്റീവ് ആണെങ്കിൽ, സെയിം സൈൻ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ. പക്ഷെ കുറേ കഴിയുമ്പോഴേക്കും ദ സബ്സിക്വൻറ്റ് എറർ ഇസ് മോർ ലൈക്ലി ടു ഹാവ് ദ ഓപ്പോസിറ്റ്, ബാക്കി തുടരെ വന്നിരുമ്പോഴേക്കും അതിന് എന്തായി മാറും, ഓപ്പോസിറ്റ് സൈനായിട്ട് മാറുവാണെങ്കിൽ അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആവും. കുറേ നേരം സിമിലാരിറ്റി കാണിക്കും, പിന്നെ ഒരു ലാഗ്ഡ് വേർഷൻ കാണിക്കും. അതിനെയാണ് ഓട്ടോ കോറിലേഷൻ എന്നും പറഞ്ഞ് വിളിക്കും, സീരിയൽ കോറിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് അസംഷൻ 5. അപ്പോൾ ഇത് ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് അസംഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ അസംഷൻ എന്തായിരുന്നു? ലീനിയർ ആണ്. ആരൊക്കെ ലീനിയർ? കോഎഫിഷ്യൻറ്റും ലീനിയർ ആണ്, എറർ ടേമും ലീനിയർ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? എറർ ടേമിൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എറർ ടേം എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് മാത്രമേ പറയാറുള്ളൂ വേരിയേഷൻ വരുന്നത്, ഇൻഡിപെൻഡൻറ്റ് പറയാറേ ഇല്ല. മൂന്നാമത്തത്, ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എറർ ടേമുമായിട്ട് യാതൊരുവിധ കോറിലേഷനും ഇല്ല, അൺകോറിലേറ്റഡ് എന്നാണ് പറയുന്നത്. ആ അൺകോറിലേറ്റഡിനെ പറയുന്ന പേരാണ് എക്സോജനിറ്റി. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ, കോറിലേഷൻ എങ്ങാനും നടന്നാൽ എറർ സംഭവിക്കും, അതിനെ പറയുന്ന പേരാണ് എൻഡോജനിറ്റി എന്നുള്ളത്. ഓക്കെ, ദെൻ അസംഷൻ 4 ഇസ് വാട്ട്? ഓട്ടോ കോറിലേഷൻ ആൻഡ് സീരിയൽ കോറിലേഷൻ. അതും എന്ത് തന്നെയാണ്? എററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈച്ച് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഓഫ് ദ എറർ ടേം ആർ അൺകോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഓരോ ഒബ്സർവേഷനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ചിലപ്പോൾ സംടൈംസ് ഒരു സിമിലാരിറ്റി കാണിക്കും, പിന്നെ അതിൻ്റെ ലാഗ്ഡ് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസും കാണിക്കും. അതിനെയാണ് സീരിയൽ ആൻഡ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ദ എറർ ടേം ഹാസ് എ കോൺസ്റ്റൻറ്റ് വേരിയൻസ്. കോൺസ്റ്റൻറ്റ് വേരിയൻസ് ഉണ്ടെന്ന് എപ്പോഴും ഓരോ ഒബ്സർവേഷൻ നോക്കുമ്പോൾ എത്രത്തോളം വേരിയബിൾ ആയിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വേരിയൻസ് കാണിക്കുന്നോ അത്രയും തന്നെ ആയിരിക്കും എല്ലാവിടെയും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും അത് എപ്പോഴും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വായിക്കാം. വേരിയൻസ് ഓഫ് ദ എറർ ഷുഡ് ബി കൺസിസ്റ്റൻസ് ഫോർ ഓൾ ഒബ്സർവേഷൻ. ഏത് ഒബ്സർവേഷൻ എടുത്താലും എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. വേരിയൻസ് ഡസ് നോട്ട് ചേഞ്ച് ഫോർ ഈച്ച് ഒബ്സർവേഷൻ ഓർ ഫോർ എ റേഞ്ച് ഓഫ് ഒബ്സർവേഷൻ. ഇതിനെ പറയുന്ന പേരാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. അതായത് സെയിം, ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോമിറ്റി, ഒരേപോലെ ആകണം. അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. കേട്ടോ, അപ്പോൾ നോ ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്നാണ് ടൈറ്റിലിൽ പറയുന്നത്, അസംഷനിൽ പറയുന്നുണ്ട് നോ ഹെട്രോസെഡാസ്റ്റിസിറ്റി. അതായത് വ്യത്യാസമില്ല, ഹോമോ ആണെന്നുള്ളതാണ്. ഹോമോ മീൻസ് ഒരേപോലെയാണ്, എപ്പോഴും കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ക്ലിയർ ആയോ? വേരിയൻസ് മാറുവാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പോൾ അസംഷൻ എന്താ? എപ്പോഴും അത് ഹോമോ ആണെന്നുള്ള രീതിയിലാണ്, കോൺസ്റ്റൻറ്റ് വേരിയൻസ് ആയിരിക്കും. ദിസ് ഇസ് യുവർ ഫിഫ്ത്ത് അസംഷൻ. ഓക്കെ, moving to the next assumption.
എന്താ നെക്സ്റ്റ് അസംഷൻ പറയുന്നത്? നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് എ പെർഫെക്റ്റ്. ആ പെർഫെക്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് എ പെർഫെക്റ്റ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് അതർ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. അതായത് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻറ്റിലൊക്കെ. എപ്പോഴാണ് പെർഫെക്റ്റ് കോറിലേഷൻ ആവുന്നത്? വെൻ ദ ആർ വാല്യൂ ഇസ് +1 ഓർ -1. +1 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പോസിറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ, -1 ആണെങ്കിൽ നെഗറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ. അപ്പോൾ സപ്പോസ് ഒരു വേരിയബിളിന് ചേഞ്ച് വരുവാണെങ്കിൽ അതേപോലെ തന്നെ കോറിലേഷനിൽ നമ്മൾ പറയുവാണെങ്കിൽ മറ്റേ ഒരു വേരിയബിളിൽ അതേപോലെ തന്നെ ആ പ്രൊപ്പോർഷനിൽ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ദേ മൂവ് ഇൻ സിമിലർ വേ. അപ്പോഴാണ് അതിനെ പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നല്ലോ. സോ ഫോർ എക്സാമ്പിൾ ഗെയിംസ് 1 ചെയ്തു, ഗെയിംസ് ലോസ്റ്റ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, എന്താ കിട്ടുക? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. -1. ടെമ്പറേച്ചർ ഫാരനീറ്റിലെയും സെൽഷ്യസിലെയും ടെമ്പറേച്ചർ നോക്കുമ്പോഴോ അവർ രണ്ടും സെയിം അല്ലേ. അപ്പോൾ ദേ ഹാവ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, +1 വരും. പക്ഷേ OLS അതായത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സിന് ഈ പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേരിയബിൾസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. ഏതാണ് ഡിപ്പെൻഡൻറ്റ് ഏതാണ് ഇൻഡിപെൻഡൻ്റ് എന്നൊന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ഈ ഒരു എറർ മെസ്സേജ് ആയിരിക്കും എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ഒരു പെർഫെക്റ്റ് കോറിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിന് ഒരിക്കലും ആ മോഡൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ഡിസ്പ്ലേ ആൻ എറർ മെസ്സേജ്. അപ്പോൾ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് പെർഫെക്റ്റ് ആവരുത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ അവർ മാറ്റിയൊക്കെ കളയും, എന്നിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് പെർഫെക്റ്റ് ആക്കാതിരിക്കാൻ. പക്ഷെ അതും പ്രശ്നം തന്നെ ആവുള്ളൂ. ആക്ച്വലി ഇംപെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് OLS. പക്ഷേ ഈ വേരിയബിൾസ് തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, കണക്റ്റഡ് ആണ്, പക്ഷേ പെർഫെക്റ്റ് ആവില്ല. ആ കോറിലേഷൻ ഭയങ്കര ഹൈ ആണെങ്കിൽ അതൊരുപാട് പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താ, 1നോട് ചേർന്ന് വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. സ്ട്രോങ് കോറിലേഷൻ ആവരുത്, പക്ഷേ ഹൈ ആവരുത്. സ്ട്രോങ് റിലേഷൻഷിപ്പ് ആവാം, തമ്മിൽ ബന്ധം ഉണ്ടാവാം, പക്ഷേ ഹൈ ആവരുത്. ഹൈ ആയാൽ 1ലേക്ക് അടുക്കും, അപ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു കണ്ടീഷനെയാണ് മൾട്ടി കൊലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി കൊലീനിയാരിറ്റി. സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ ഈ ഒരു 3 അസംഷനിലായിട്ട് ഒരു 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓട്ടോ കോറിലേഷൻ, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആൻഡ് ഫൈനലി മൾട്ടി കൊലീനിയറിറ്റി. നിങ്ങളുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചതാണ് ഈ 3 ആൾക്കാർ. ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. എസ്സേ ആണോ ഞാൻ ഓർക്കുന്നില്ല, ക്വസ്റ്റ്യൻ 3 വന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ എടുത്തേക്കുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് അസംഷൻ. ഈ 6 അസംഷൻസ്, ഈ പഠിച്ച 6 അസംഷൻസും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. OLSന് നിർബന്ധമാണ് ട്രൂ ആവണം എന്നുള്ളത്. 7ാമത്തത് ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആയാൽ മതി, നിർബന്ധമില്ല. ഓക്കെ, സോ വാട്ട് ഇസ് ദ 7th അസംഷൻ? എറർ ടേം ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടോ, അതിൽ എഴുതിയേക്കുന്നുണ്ടോ ഓപ്ഷണൽ എന്നാണ്. ആക്ച്വലി OLSന് എറർ ടേം നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം എറർ അല്ലേ. പക്ഷേ നമ്മളൊരു ഇത് ഈ റെസിഡ്യൂൾസിനെ ഒന്ന് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ, ഒരു ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ, ഇഫ് ഇറ്റ് ഗോസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന എന്താ, ദേ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള രീതിയിലാണ് നമുക്കതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരതിൽ നിന്ന് അസംഷൻ എന്തെടുത്തു, എറർ ടേമും എന്ത് തന്നെയാണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. OLSന് അത് ആവണം എന്ന് നിർബന്ധമില്ല, കാരണം അതല്ലാതെയും അവർക്ക് ചെയ്യാൻ പറ്റും എറർ ടേം ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു അസംഷനും കൂടി അവർ കൊണ്ടുവരികയാണ് ഓപ്ഷണലായിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അപ്പോൾ 7 അസംഷൻസ് നമ്മൾ പഠിച്ചു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 7 അസംഷൻസും ചിലപ്പോൾ എസ്സേ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് ഇസ് ബ്ലൂ. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഏതായിരുന്നു അത്? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഈ OLS ഇസ് ദ ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 6 ഫസ്റ്റ് ഷുഡ് സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് 6 ക്ലാസിക്കൽ അസംഷൻസ്. അതൊരു ഗോസ് മോർക്കോവ് തിയറം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ഗോസ് മോർക്കോവ് തിയറം എന്താണ്? ഗോസ് മോർക്കോവ് തിയറം എന്താ പറയുന്നത്? ലീനിയർ റിഗ്രഷൻ മോഡൽ സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് 6 ക്ലാസിക്കൽ അസംഷൻസ്. ദെൻ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സിനെ എന്തെന്ന് പറയാം? ഏറ്റവും അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്നാവും, അല്ലെങ്കിൽ വേരിയൻസ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ OLSനെ ബ്ലൂ എന്നും വിളിക്കും. ബ്ലൂ മീൻസ് വാട്ട്? ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ഓക്കെ, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം വേരിയൻസ്, ഒട്ടും തന്നെ ഡീവിയേഷൻസ് ഒന്നും വന്നിട്ടില്ല, മിനിമം വേരിയൻസ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഈ മോഡൽ ആ അസംഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക്
എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബാക്കി എസ്റ്റിമേറ്റർ മെത്തേഡ്സിനേക്കാളും ഏറ്റവും ബെസ്റ്റ് OLS ആണ് നമുക്ക് കൺഫേം ചെയ്യാം. അതാണ് ബ്ലൂ. അപ്പോൾ ബ്ലൂ ചോദിക്കുവാണെങ്കിലും ഈ എല്ലാ അസംഷൻസിനും എഴുതണം. ബ്ലൂ ആണ് 15 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം എഴുതിയാലേ അത് നടക്കുകയുള്ളൂ. ഒരു 4 മാർക്സിന് ചോദിക്കുവാണെങ്കിൽ ഈ അസംഷൻസിൻ്റെ ജസ്റ്റ് ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് ഈ അസംഷൻസ് എല്ലാം ട്രൂ ആയതുകൊണ്ട് വി ക്യാൻ കോൾ OLS ആസ് എ ബെസ്റ്റ് എന്ന് പറഞ്ഞ് പറയാം. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് സ്ഫെറിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എറർ എന്ന് 2 നെയിം ഉണ്ട്. എറർ ആണല്ലോ. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ എറർ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് എന്താ ആദ്യം ഒരു ജനറൽ ഐഡിയ ഞാൻ പറയാം. ഈ അസംഷൻസ് എല്ലാം യൂസ് ചെയ്ത മോഡലിൽ യൂസ് ചെയ്ത അസംഷൻസ് എല്ലാം കറക്റ്റ്ലി സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ അവിടെ എറർ ഉണ്ടാവില്ല കറക്റ്റായിട്ട്. പക്ഷെ അവിടെ എന്തെങ്കിലും അസംഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തതിൽ എറർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ എറേഴ്സ് നമ്മൾ പറയും. ഇനി കുറച്ചും കൂടി ഞാൻ ഒരു പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ താഴെ എഴുതിയേക്കണുണ്ടോ, സ്പെസിഫിക്കേഷൻ എറർ ഇൻ റിഗ്രഷൻ ആർ ദ എറേഴ്സ് ദാറ്റ് ഒക്കർ ബിക്കോസ് ഓഫ് എ മിസ്റ്റേക്ക് ഇൻ വൺ ഓഫ് ദ വേരിയബിൾ ഓർ അതർ അസംഷൻസ് ഓഫ് ദ മോഡൽ. ഒരു വേരിയബിളിൽ വരുന്ന മിസ്റ്റേക്കോ അല്ലെങ്കിൽ അസംഷനിൽ ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്കിനെയാണ് സ്ഫെറിക്കൽ ഓർ സ്പെസിഫിക്കേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ക്രൈറ്റീരിയ ഫോർ ചൂസിങ് എ ക്ലാസിക്കൽ മോഡൽ. ഒരു മോഡൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇസ് ബി പാർസിമോണി. അതായത് മോഡൽ ഷുഡ് എക്സ്പ്ലെയിൻ മോർ ബൈ ഫ്യൂ നമ്പർ ഓഫ് എസ്റ്റിമേറ്റ്. കുറച്ച് എസ്റ്റിമേറ്റേ ഉള്ളൂ, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. അതിനാണ് പാർസിമോണി എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കറക്റ്റ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ കറക്റ്റ്ലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം മോഡലിന്. ഡാറ്റ അഡ്മിസിബിൾ. പ്രൊഡിക്ഷൻ മെയ്ഡ് ഫ്രം ദ മോഡൽ മസ്റ്റ് ബി ലോജിക്കലി പോസിബിൾ. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഡാറ്റ അഡ്മിസിബിൾ. ബി കൺസിസ്റ്റൻറ്റ് വിത്ത് തിയറി. അത് എക്കണോമിക് സെൻസിലെ തിയറി അല്ലേ, അത് വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക, ഗുഡ് ആയിരിക്കുക. ഹാവ് വീക്ക്ലി എക്സോജീനിയസ് റിഗ്രസസ്. എക്സോജീനിയസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓർ റിഗ്രസസ് മസ്റ്റ് ബി അൺകോറിലേറ്റഡ് വിത്ത് എറർ ടേം. കോറിലേഷൻ ഉണ്ടാവാൻ പാടില്ല എറർ ടേമിൽ. എക്സിബിറ്റ് പാരാമീറ്റർ കോൺസ്റ്റൻസി. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പാരാമീറ്റർ ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം, എപ്പോഴും സെയിം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഡിഫിക്കൽട്ട് ആവും. എക്സിബിറ്റ് ഡാറ്റ കൊഹറൻസി. അതായത് റെസിഡ്യൂൽ എസ്റ്റിമേറ്റ് ഫ്രം ദ മോഡൽ മസ്റ്റ് ബി പ്യുവർലി റാൻഡം ആവണം. റെസിഡ്യൂസ് എല്ലാം റാൻഡം ആയിരിക്കണം. ബി എൻകംപോസിങ്. That is, the model should include all the models in the sense that it is capable of explaining the results. Result പറയാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് വേണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആ ഹെഡിങ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നൗ ദ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഈ 4 ടൈപ്സ്. അപ്പോൾ ഈ 4 ടൈപ്സ് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് പഠിക്കുക. അതെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയും. ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ എറർ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. റെഗ്രഷൻ മോഡൽ വിൽ ഹാവ് എ സ്പെസിഫിക്കേഷൻ എറർ വെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലംസ് ഒക്കർ ഇൻ ദാറ്റ് മോഡൽ. അതായത് ഈ 4 ഏതെങ്കിലും ഒരെണ്ണം വരുമ്പോഴാണ് ഒരു സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ സ്പെസിഫിക്കേഷൻ എറർ എന്താണെന്ന് നോക്കുമ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് എഴുതാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒരു റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിളിനെ ഒമിറ്റ് ചെയ്യുക, അതായത് ഒമിഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾസ്. ആവശ്യമില്ലാത്ത ഒരാളെ ഇൻക്ലൂഡ് ചെയ്യുക, ഇൻക്ലൂഷൻ ഓഫ് അൺനെസസറി വേരിയബിൾ. കണ്ടോ, ഇതൊക്കെ എററാണ്. മൂന്നാമത്തത് ഫങ്ഷണൽ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ മെഷർമെൻറ്റിൽ എന്തെങ്കിലും എറർ വന്നാൽ, ഇതൊക്കെ നമുക്ക് എന്തായിരിക്കും സ്പെസിഫിക്കേഷൻ എററാണ്. ഓക്കെ, ഇനി ഇത് ഈ എറേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യണ്ടേ. ആ ടെസ്റ്റിന് കുറേ ടെസ്റ്റ് അവർ തന്നിട്ടുണ്ട്, പക്ഷേ വി നീഡ് ടു സ്റ്റഡി ഓൺലി 2. പക്ഷേ വെരി സോറി, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇതിലെനിക്ക് ഒന്നും ചെയ്തു തരാനും ഈസി ആക്കി തരാൻ പറ്റില്ല. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഡർബൻ വാട്സണും റാംസെ റീസെറ്റ് ടെസ്റ്റുമാണ് ഇതിൽ പറയുന്നത്. അത് എടുക്കില്ലേ ചോദിക്കില്ലേ എന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഇത് ഒരു പ്രൊസീജിയറാണ്, ലോയാണ് അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ്, ഒരു അൽഗോരിതം പോലെ. അത് കാണാപ്പാടം പഠിക്കാമെന്ന് മാത്രമേ നിവർത്തിയുള്ളൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ വായിക്കാം. അപ്പോൾ ആദ്യം ഫ്രം ദ OLS റെസിഡ്യൂൾസ് ഒബ്റ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ എന്താ, അസ്യൂംഡ് മോഡൽ മിസ് സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് പ്രതീക്ഷിക്കുക, ബിക്കോസ് ഇറ്റ് എക്സ്ക്ലൂഡ്സ് എ റെലവൻറ്ററി എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ആദ്യത്തെ ഒരു റെലവൻറ്റ് വേരിയബിളിനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് OLS റെസിഡ്യൂൾസ് എടുക്കുക. രണ്ടാമത്തത് ഇറ്റ് ഇസ് ബിലീവ് ദാറ്റ്, അസ്യൂം ചെയ്തിരിക്കുകയാണ് ഒമിഷൻ ഓഫ് എ റെലവൻറ്റ് വേരിയബിൾ എന്നുള്ളത് രണ്ടാമത്തത്. മൂന്നാമത്തത് അതിനൊരു ഫോമുല ഉണ്ട്, ഡി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. ആ ഡി വാല്യൂ കണ്ടുപിടിക്കുക. അത് ഫോമുലയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. CT എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, CT അല്ല, അത് UT ആണ് കേട്ടോ. UT - 1 the whole square divided by UT square.
യു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വൽ ഒ എൽ എസ് റെസിഡ്യുവൽ, യു ടി മൈനസ് വൺ എന്ന് വെച്ചാൽ ലാഗ്ഡ് ആയിട്ടുള്ള റെസിഡ്യുവൽസ്, ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ലാഗ്ഡ് വൺ, യു ടി എന്ന് പറഞ്ഞാൽ യൂഷ്വൽ. ഇത്രയും കാര്യങ്ങൾ അതിൽ കമ്പ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഡി ടെസ്റ്റ് നമ്മൾ ചെയ്യും, ഡി വാല്യൂ നോക്കും ടേബിളിൽ നിന്ന്. ഡർബിൻ വാട്സൺ ടേബിൾ ഉണ്ട്, ആ ഡി വാല്യൂ എന്നിട്ട് സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഡി വാല്യൂ ഒന്നും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല, ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും. എന്നാലും ഇതാണ് 4 സ്റ്റെപ്സ്. ഇതിലും ടഫാണ് റാംസെ റീസെറ്റ് ടെസ്റ്റ്. അത് നമ്മൾ എഫ് വാല്യൂ വെച്ചിട്ടാണ് നോക്കുന്നത്. നിങ്ങളിത് കംപ്ലീറ്റ്ലി കാണാപ്പാടം പഠിച്ചേ നിവർത്തിയുള്ളൂ. അത് എന്താ പറയണേ, ആദ്യം ഒരു റിഗ്രഷൻ മോഡൽ ഉണ്ടാക്കി. കണ്ടോ, നമ്മൾ ഫോർമുല കണ്ടോ, വൈ ഇസ് ഈക്വൽ ടു ലാംഡ 1 പ്ലസ് ലാംഡ 2 xi പ്ലസ് ഒരു എറർ ടേം. പിന്നെ അതിന് ശേഷം വൈ റിഗ്രസർ ആക്കി മാറ്റുവാണ്, വൈ ക്യാപ്പ് ഒ എൽ എസ് റിഗ്രഷൻ വെച്ചിട്ട് ചെയ്യുവാണേ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈയുടെ പ്ലേസിലേക്ക് എന്തായി, വൈ സ്ക്വയറും വൈ ക്യൂബൊക്കെ ആക്കി മാറ്റുവാണ്. അപ്പോൾ ഞാൻ ആൽഫ 1 ആൽഫ 2 മാറ്റിയിട്ട് ബീറ്റ 1 ബീറ്റ 2 എന്നും പറഞ്ഞിട്ടു. ഫസ്റ്റ് 2 അതാക്കി, ബീറ്റ 2 x2. അടുത്തത് എന്തായിരിക്കും, ബീറ്റ 3 വൈ സ്ക്വയർ, ബീറ്റ 4 വൈ റൈസ് ടു വൈ ക്യൂബ്. അങ്ങനെ പ്ലസ് പുതിയൊരു എറർ വന്നു, അതാണ് ഞാൻ ആ എറർ ടേമിനെ മാറ്റിയത്. അതിനുശേഷം ആർ സ്ക്വയർ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക, ഫോർമുല ഡി വണ്ട പോലെ ആർ സ്ക്വയർ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ഇക്വേഷന് ആർ സ്ക്വയറും കണ്ടു, ആർ സ്ക്വയർ ഓൾഡ് കണ്ടു, പിന്നെ സെക്കൻഡ് ഇക്വേഷന് ആർ സ്ക്വയർ ന്യൂവും കണ്ടു. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ആർ സ്ക്വയർ ഓൾഡും സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ ന്യൂവും. പിന്നെ നമ്മളൊരു ഫോർമുല ടെസ്റ്റ് ചെയ്യാൻ പോവുക, ഡർബിൻ വാട്സൺ ചെയ്ത പോലെ ഫോർമുല എന്താ, ആർ സ്ക്വയർ ന്യൂ മൈനസ് ആർ സ്ക്വയർ ഓൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂ റിഗ്രസസ് ഡിവൈഡഡ് ബൈ മൈനസ് ആർ സ്ക്വയർ ന്യൂ ഹോൾ റൈസ് ടു n മൈനസ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ മോഡൽ. ഇത് ചെയ്തിട്ട് എഫ് വാല്യൂ നോക്കും, സിഗ്നിഫിക്കൻസ് ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മിസ്പെൻ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത്ര മതി. പിന്നെ റൈറ്റ് ഡൗൺ ദ സ്പെസിഫിക്കേഷൻ എററിൻ്റെ കൂടുതൽ ഒരു ഒമിറ്റിംഗ് എ റെലവൻറ്റ് വേരിയബിൾ ഇവർ ഈ ഫോമുല വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആ ഫോമുല ഒഴിവാക്കാനാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ 4 സ്റ്റെപ്പ്, അതായത് ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ എറർ, ഒമിഷൻ, ഇൻക്ലൂഷൻ, റോങ് ഫങ്ഷണൽ ഫോം, എറർ ഓഫ് മെഷർമെൻറ്റ്, ഈ പറഞ്ഞ 4 ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് അത് ഒരു ഫോമുലയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഫോമുല വേണ്ട, അല്ലാതെ നോട്ട്സ് ആയിട്ട് ഞാൻ തരാം. ഓക്കെ, സോ വി ഗോട്ട് 4 ടെസ്റ്റ് അല്ലേ. സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടാവാൻ സാധ്യതയുള്ളത് 4 കാരണങ്ങൾ കൊണ്ടാണ്. ഒമിഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾ, റെലവൻറ്റ് വേരിയബിളിൻ്റെ ഒമിഷൻ, ഇൻക്ലൂഷൻ ഓഫ് അൺനെസസറി അല്ലെങ്കിൽ ഇറെലവൻറ്റ് വേരിയബിൾ, അഡോപ്റ്റിംഗ് ദ റോങ് ഫങ്ഷൻ ഫോം ഓർ എറർ ഓഫ് മെഷർമെൻറ്റ്. അതിൽ ഏറ്റവും പ്രോബ്ലം ഇല്ലാത്ത കാര്യമാണ് അവർ ആദ്യം പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത, ഒരു ആവശ്യമില്ലാത്തൊരു വേരിയബിളിനെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് വെച്ചാൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആവശ്യമുള്ള ഒരെണ്ണത്തിനെ കളഞ്ഞാലാണ് മൊത്തം പ്രശ്നമാവുന്നത്. സോ ഞാൻ രണ്ടാമത്തേതാണ് ആദ്യം പറയുന്നത്, ഇൻക്ലൂഷൻ ഓഫ് ഇറലവൻറ്റ് വേരിയബിൾ. സോ ദിസ് ഇസ് എ ലീസ്റ്റ് സീരിയസ് പ്രോബ്ലം. സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടാക്കാനുള്ളൊരു ലീസ്റ്റ് സീരിയസ് പ്രോബ്ലമാണ്. പക്ഷേ ഈ ഹൈപ്പോത്തസിസിന് ഒരു ഇറലവൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ പോലും അത് വാലിഡ് ആയിരിക്കും. അതൊരാൾ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിനൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ മൂന്നാമത്തത് റിലേഷൻഷിപ്പ് അതർ വേരിയബിൾസുമായിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമായിട്ടൊക്കെ ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്നും എഫക്റ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ എസ്റ്റിമേറ്റർ നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അത് 0 വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇറലവൻ്റ് അല്ലേ, അപ്പോൾ അത്ര കുഴപ്പങ്ങളൊന്നുമില്ല. നാലാമത്തത് ഇതിന് എറർ ഉണ്ടാവില്ല. എസ്റ്റിമേറ്റേഴ്സ് ഓഫ് എ സച്ച് മോഡൽ ആർ അൺബയസ്ഡ് എന്നാണ് പറയുന്നത്. അധികം എറർ ഉണ്ടാവില്ല ആൻഡ് കൺസിസ്റ്റൻറ്റ്. പക്ഷേ എസ്റ്റിമേറ്റേഴ്സ് ആർ നോട്ട് എഫിഷ്യൻറ്റ് ബിക്കോസ് ദ വേരിയൻസസ് ആർ ലാർജർ. വേരിയൻസസ് ഭയങ്കര കൂടുതലായിരിക്കും ബാക്കി മോഡലിനേക്കാളും. അപ്പോൾ ഒരു സംഭവം കൊണ്ട് അത് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റർ വയലേറ്റ് ദ ബ്ലൂ. അത് നമ്മൾ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ബ്ലൂവിനെ വയലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. റിഗ്രഷൻ ഇസ് ഇൻഎഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ പറയും. നമ്മളൊരു അഡീഷണൽ ഒരാളെ ഇൻക്ലൂഡ് ചെയ്തു, പക്ഷെ അത്രയും പ്രോബ്ലമാറ്റിക് അല്ല അത്, എന്നാൽ പോലും നമുക്ക് ലാർജർ വേരിയൻസസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ വെരി സീരിയസ് പ്രോബ്ലം, ഒമിഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾ. ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരാളെ വേണ്ടാന്ന് വെക്കുകയാണ്. So this causes serious consequences and almost everything goes wrong in this case. പിന്നെ എസ്റ്റിമേറ്റേഴ്സ് എറർ ഉണ്ടാവും, ബയസ്ഡ് ആയിരിക്കും, ഇൻകൺസിസ്റ്റൻറ്റും ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ, അൺബയസ്ഡും കൺസിസ്റ്റൻറ്റും ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റോങ് റിസൾട്ടേ വരത്തുള്ളൂ. അവിടെ നമുക്ക് ഹൈപ്പോത്തസിസ് ചെയ്യാമായിരുന്നു മറ്റേ സ്ഥലത്ത്. ലാർജ് സാമ്പിൾ സൈസ് ചെയ്താലും ഒരു പ്രതീക്ഷയും വേണ്ട, എസ്റ്റിമേറ്റേഴ്സ് അൺബയസ്ഡും കൺസിസ്റ്റൻ്റ് ഒരിക്കലും ആവത്തില്ല. ഓക്കെ, പിന്നെ ഇൻകൺസിസ്റ്റൻസി ഓഫ് എസ്റ്റിമേറ്റർ ഇസ് ജനറേറ്റഡ് ബൈ എ ലോവർ ദാൻ നോർമൽ വേരിയൻസ് ഇൻ ദ റിഗ്രഷൻ അനാലിസിസ്. പക്ഷേ ഹൈ വേരിയൻസ് ഉണ്ടാവില്ല, നോർമൽ വേരിയൻസിനേക്കാളും കുറവായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ,
നെക്സ്റ്റ് ടു സ്പെസിഫിക്കൽ എറേഴ്സ് കമ്പൈൻ ചെയ്ത് പറയുകയാണ്. ഒന്ന് ഇൻകറക്റ്റ് ഫങ്ഷണൽ ഫോം, നമ്മൾ എഴുതുന്ന ഫംഗ്ഷണലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് എറർ മെഷർ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ, ഇത് രണ്ടും പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ വെൻ യു ചൂസ് എ റോങ് ഫങ്ഷണൽ ഫോം ഓഫ് യുവർ റിഗ്രഷൻ ദ മോഡൽ വിൽ ഹാവ് എ സ്പെസിഫിക്കേഷൻ എറർ. അവരൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ലോഗ് മോഡലിന് ആണ് നമ്മൾ എടുത്തത് ഇൻസ്റ്റെഡ് ഓഫ് ലോഗ് ലീനിയർ മോഡലിന് ഡബിൾ ലോഗ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് എന്ത് വരും, ഒരു ബയസ് വരും അല്ലേ, സ്പെസിഫിക്കേഷൻ ബയസ് വരും, റിലേഷൻ മാറിപ്പോയില്ലേ അല്ലേ, ഡബിൾ ലോഗും ഫങ്ഷൻ മാറിപ്പോയി, അപ്പോൾ തന്നെ തീർന്നു. രണ്ടാമത്തെ കാര്യം എന്താ, മെഷർമെൻറ്റ് എറേഴ്സ് ആർ ദ എറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ മെഷറിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേരിയബിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂസ് കാണുമ്പോൾ ഉണ്ടാകുന്ന എററാണ് മെഷർമെൻറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. അതും ലാർജർ വേരിയൻസസ് ഉണ്ടാക്കും ആൻഡ് ദാൻ ദർ വുഡ് ഹാവ് ബീൻ ഇഫ് ദർ വർ നോ മെഷർമെൻറ്റ് എറർ. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ലാർജർ വേരിയൻസസ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് പ്രോബ്ലം ഏതൊക്കെയായിരുന്നു ടെസ്റ്റ്, ഒമിഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ഇറലവൻറ്റ് വേരിയബിൾ. അതിനെ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു, ദറ്റ് ഇസ് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒമിഷൻ ഓഫ് നെസസറി വേരിയബിൾസ്, ആവശ്യമുള്ളതിനെ കളഞ്ഞു, അപ്പോൾ പോയി താഴത്തേക്ക് പോയി, അണ്ടർ ഫിറ്റിംഗ്. ഓവർ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, പറ്റാത്തതിനെയും വീണ്ടും ഇൻക്ലൂഡ് ചെയ്തു, അപ്പോൾ ഓവർ ഫിറ്റായി നമ്മൾ പറയില്ലേ, വീണ്ടും കഴിക്കുന്നു. അപ്പോൾ ഇൻക്ലൂഷൻ ഓഫ് അൺനെസസറി വേരിയബിൾസ് എന്ന മോഡൽ ആർ കോൾഡ് ഓവർ ഫിറ്റിംഗ് എന്ന മോഡൽ. ചിലപ്പോൾ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ്, മാറിപ്പോവരുതേ. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഓവർ ഫിറ്റിംഗ്, എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ അണ്ടർ ഫിറ്റിംഗ്. പിന്നെ നെക്സ്റ്റ് ഇസ് മോഡൽ സ്പെസിഫിക്കേഷൻ. ഒരു മോഡൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളതാണ്. സോ മോഡൽ സ്പെസിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വിച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഫ്രം എ റിഗ്രഷൻ ഇക്വേഷൻ. നേരത്തെ തീരുമാനിക്കുക ആരെ ഇൻക്ലൂഡ് ചെയ്യണം ആരെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ മെഷർ ചെയ്യണം ഏതൊക്കെ മെനി വേരിയബിൾസ് പല വേരിയബിൾസിനെ മെഷർ ചെയ്തിട്ട് ഓൺലി കുറച്ച് മോഡലിനെ മാത്രമേ കുറച്ച് വേരിയബിൾസിനെ മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വേരിയബിൾസിനെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര റിലേഷൻ ഉണ്ടാവാൻ പാടില്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള അങ്ങനത്തേനും മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരെണ്ണത്തിനെ കളയാൻ പാടില്ല, അതേപോലെ ആവശ്യമില്ലാത്തതിനെ ഇൻക്ലൂഡ് ചെയ്യാനും പാടില്ല. അതാണ് ഈ എറർ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ രീതിയിൽ വേണം ഒരു മോഡൽ സ്പെസിഫൈ ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ അറിയാം എന്നുള്ളത്. ഓക്കെ, മോഡൽ സ്പെസിഫിക്കേഷൻ ടെസ്റ്റ് നടത്താൻ പറ്റിയ ടൂൾസ് ആണ് ഒരു 5 എണ്ണം ഉണ്ട്. R², അഡ്ജസ്റ്റഡ് R², പ്രെഡിക്റ്റഡ് R², പി വാല്യൂ, പിന്നെ റെസിഡ്യുവൽ പ്ലോട്ട്. ഈ 5 എണ്ണം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ R² എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. R² ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ ഡാറ്റ ആർ ഫിറ്റഡ് ടു ദ റിഗ്രഷൻ ലൈൻ. ഞാൻ പറഞ്ഞ ഒരു ലൈൻ, എപ്പോഴും റിഗ്രഷൻ പറയുന്ന ഒരു ലൈൻ വെച്ചിട്ടാണ് അതിൽ ഡാറ്റ എത്രത്തോളം ഫിറ്റഡ് ആണെന്ന് നോക്കുക. അതിനെ തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നും പറയൂ കേട്ടോ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് മൾട്ടിപ്പിൾ ഡിറ്റർമിനേഷൻ ഫോർ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ R² വാല്യൂ ഫോർമുല ഉണ്ട്, വേരിയൻസ് ബൈ ടോട്ടൽ വേരിയൻസ്. ആ ഒരു മോഡൽ പറയുന്ന വേരിയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയൻസ്, ഇതാണ് ഫോർമുല. എപ്പോഴും ഈ R² വാല്യൂ ഷുഡ് ലൈസ് ബിറ്റ്വീൻ 0 and 100%. അതിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എനി ഓഫ് ദ വേരിയേഷൻ, അതിൻ്റെ വേരിയേഷനെ പറ്റി ഒന്നും പറയാത്തൊരു മോഡലിനെയാണ് 0% എന്ന് പറയുന്നത്. പക്ഷേ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേരിയേഷനെ പറ്റി അത് പറയും. അപ്പോൾ 0-ൻ്റെ 100-ൻ്റെ ഇടയിലായിരിക്കും, ഒന്നുകിൽ ഒന്നും പറയില്ല, അല്ലെങ്കിൽ 100 ആണെങ്കിൽ എന്തോരും എല്ലാ വേരിയേഷനും പറയും. അപ്പോൾ എന്താ, വേരിയേഷൻസ് എല്ലാം പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയർ ദ R² വാല്യൂ ബെറ്റർ ദ മോഡൽ ഫിറ്റ്സ് ദ ഡാറ്റ, അങ്ങനെയാണ് പറയുന്നത്. നല്ലത് 100-നോട് ചേർന്നാവുകയാണെങ്കിൽ ബെസ്റ്റ് വൺ, എത്രയാണ് പറഞ്ഞത്, കാരണം എല്ലാ വേരിയേഷൻസും നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തത് അഡ്ജസ്റ്റഡ് R². ഞാൻ ആ താഴെ അതിൻ്റെ പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞേക്കുന്നത്. അഡ്ജസ്റ്റഡ് R² അഡ്ജസ്റ്റ് ഫോർ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ മോഡൽ, എത്ര ടേംസ് ഉണ്ടെന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഓൺലി വെൻ ദ ന്യൂ ടേം ഇംപ്രൂവ്സ് ദ മോഡൽ ഫിറ്റ് മോർ ദാൻ എക്സ്പെക്റ്റഡ് ബൈ ദ ചാൻസലർ. അപ്പോൾ പുതിയ ടേമിനെ ഇൻക്ലൂഡ് ചെയ്തത് മോഡലിനെ ഇംപ്രൂവ് ചെയ്യുവാണെങ്കിൽ adjusted R² വാല്യൂ ഇൻക്രീസ് ചെയ്യും. ദ അഡ്ജസ്റ്റഡ് R² വാല്യൂ ആക്ച്വലി ഡിക്രീസസ് വെൻ ദ ടേം ഡസ് നോട്ട് ഇംപ്രൂവ് ദ മോഡൽ. വെറുതെ ഇൻക്ലൂഡ് ചെയ്ത വേരിയബിൾ പുതിയ ടേം ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റഡ് R² വാല്യൂ കുറയും. ഇതാണ് അഡ്ജസ്റ്റഡ് R² എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താ, പ്രെഡിക്റ്റഡ് R². പ്രഡിക്ഷൻ ആണല്ലേ, പ്രഡിക്റ്റ് ചെയ്യണത് എന്താ, R² ടു ഡിറ്റർമിൻ ഹൗ വെൽ എ റിഗ്രഷൻ മോഡൽ മേക്സ് പ്രഡിക്ഷൻസ്, എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാമെന്ന്. ഗുഡ് ഫിറ്റ് ആണോ, എക്സിസ്റ്റിംഗ് ഡാറ്റ
മതിയോ, ആ എക്സിസ്റ്റിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പറ്റുന്നില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഡാറ്റ പോയിന്റിനെ അവിടെ നിന്ന് മാറ്റും, എന്നിട്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ശേഷം ആ മോഡൽ വെച്ചിട്ട് മിസ്സിംഗ് ഒബ്സർവേഷനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഇങ്ങനെ എല്ലാ ഡാറ്റ പോയിൻറ്റ്സും വെച്ചിട്ട് ഓരോന്നിനും മാറ്റി മാറ്റി അവർക്ക് എല്ലാത്തിനെയും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് പ്രഡിക്റ്റഡ് ആർ സ്ക്വയർഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടു ഇസ് പി വാല്യൂ ആൻഡ് റെസിഡ്യൂൽ പ്ലോട്ട്. പി വാല്യൂ എന്ന് പറയുന്നത് വേറൊരു പേരിൽ പറയും റെഡ്യൂസിങ് ദ മോഡൽ. അപ്പോൾ കുറച്ച് വരണം. ഇനി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ കട്ട് ചെയ്ത് കളയുന്നതാണ് പി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പി വാല്യൂസ് എപ്പോഴും ലെസ് ദാൻ ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹയ്യസ്റ്റ് നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പി വാല്യൂവിനെ നോക്കും. ആ സിംഗിൾ ടേം മാറ്റി ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും റിപ്പീറ്റഡ്ലി. അങ്ങനെയാണെങ്കിൽ മോഡലിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, സിഗ്നിഫിക്കൻറ്റ് ടേംസ് മാത്രമേ വരുള്ളൂ. അതൊരു പി വാല്യൂ ചെക്കിംഗ് ആണ്. അത് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, ടേബിളിലൊക്കെ പോയി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഫൈൻഡ് ദി റെസിഡ്യൂൽ പ്ലോട്ട്. പ്ലോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് മീൻ വാല്യൂ അല്ലെങ്കിൽ ഫിറ്റഡ് വാല്യൂ. അപ്പോൾ ഇത് കൂടുതലും അനോവേ റിഗ്രഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വേരിയേഷൻ എന്തുമാത്രം ഓരോ ഡാറ്റയ്ക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റെസിഡ്യൂൽ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡിസ്പ്ലേ ചെയ്യും എന്തൊക്കെയാണ്, റെസിഡ്യൂൽ വാല്യൂസ് ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ഫിറ്റഡ് വാല്യൂസ് ഓൺ ദ അനദർ എക്സ് ആക്സിസ്. എന്നിട്ട് ഈ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് പാറ്റേൺസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അതിനെപ്പറ്റി തന്നെയാണ് ഇനി കമ്മിങ് എക്സ്പ്ലനേഷൻസും കൺസെപ്ഷണൽ റീസൺസ് വൈ റെസിഡ്യൂൽ പ്ലോട്ട്സ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് യുവർ റിഗ്രഷൻ മോഡൽ ഇസ് വാലിഡ്. അങ്ങനെ നമുക്ക് നോക്കാം റെസിഡ്യൂൽ മോഡൽ റിഗ്രഷൻ മോഡൽ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അനുസരിച്ച് പ്ലോട്ട് ചെയ്യുമ്പോഴേ റെസിഡ്യൂയുടെ സ്പ്രെഡിങ് അനുസരിച്ചാണ് നമ്മൾ നല്ലതാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. സോ റെസിഡ്യൂൾ മീൻസ് വാട്ട്, ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് മീൻ വാല്യൂ അല്ലെങ്കിൽ ഫിറ്റഡ് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഇതിന് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം കമ്പോണൻസ് എന്ന് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാം. അതായത് എന്തൊക്കെയാണ്, കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, അവിടെ നിന്നാണ് ഇപ്പുറത്ത് എന്താണ്ടാവും, ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ 2x പ്ലസ് 3 എന്നുള്ളതാണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എററിനെ ഇൻക്ലൂഡ് ചെയ്യും, അതാണ് സ്റ്റൊക്കാസ്റ്റിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു റിഗ്രഷൻ മോഡലിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പ്രഡിക്ഷൻസ് നമുക്ക് ഈ എറർ വെച്ച് ചെയ്താൽ പറ്റില്ല, എറർ വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദ അനലിസ്റ്റ് ക്യാൻ യൂസ് എറർ ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദ റെസ്പോൺസ് ദ മോഡൽ ഹാസ് എ പ്രോബ്ലം. ആ മോഡലിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഹൗ ടു ഡിറ്റർമിൻ വെദർ ദ റെസിഡ്യൂൾസ് ആർ റാൻഡം ഇൻ റിഗ്രഷൻ അനാലിസിസ്. എങ്ങനെയാണ് റാൻഡം എന്നുള്ളത് നമുക്ക്, സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എറർ റാൻഡം അല്ലേ, എങ്ങനെ അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. അവിടെ ഞാൻ ആ ഒരു ഫിഗറിന് പകരം വേറൊരു സംഭവം ഞാൻ ചേർത്തിരിക്കുക കേട്ടോ, അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അഡീഷണൽ പേജ് ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിയതാണ്. അവിടെ ഞാൻ ആ ഫിഗറിൽ പറയുന്നത് എന്താ, അതിനനുസരിച്ചാണ് അവർ പറയുന്നത് എങ്ങനെയാണ് റാൻഡം എന്ന് മനസ്സിലാക്കുന്നതെന്ന്. ജസ്റ്റ് ചെക്ക് ദാറ്റ് ദേ ആർ റാൻഡംലി സ്കാറ്റേഡ് അറൗണ്ട് 0. അടുത്തേക്കാണോ സ്കാറ്റേഡ് ആയി കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ റെസിഡ്യൂൾസ് ആർ സെൻറ്റേർഡ് ഓൺ 0, ദേ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മോഡൽ പ്രഡിക്ഷൻസ് ആർ കറക്റ്റ് and or average rather than systematically too high or low. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്യുക, ആ ഫിഗറിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു റാൻഡം ആണോ അല്ലേ എന്നുള്ളത്. ആൻഡ് ഫൈനൽ ടോപ്പിക് ഇസ് വൈറ്റ് നോയ്സ്. വൈറ്റ് നോയ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനായിട്ട് എഴുതിയിരിക്കുന്ന സംഭവം കേട്ടോ. വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈം സീരീസ് ഇസ് വൈറ്റ് നോയ്സ്. ഒരു ടൈം സീരീസ് വൈറ്റ് നോയ്സ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഇഫ് ദ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് എ മീൻ ഓഫ് 0. എല്ലാ വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആവും, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ഓൾ വേരിയബിൾസ് ഹാവ് ദ സെയിം വേരിയൻസ് ആൻഡ് ഈച്ച് വാല്യൂ ഹാസ് എ 0 കോറിലേഷൻ വിത്ത് ഓൾ അതർ വാല്യൂസ് ഇൻ ദ സീരീസ്. എല്ലാ വാല്യൂസിനും സെയിം വേരിയൻസ് ആയിരിക്കും, അവർക്ക് കോറിലേഷൻ എത്രയായിരിക്കും, 0 ആയിരിക്കും. പക്ഷേ പ്രഡിക്ഷൻ ഇസ് നോട്ട് ഫീസിബിൾ ഇൻ വൈറ്റ് നോയ്സ്. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അപ്പോൾ ഇത്രമാണ് മൊഡ്യൂൾ 3 വരുന്നത്. ഓക്കെ.